പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കേണ്ടത്. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും നയിക്കുന്നതിനുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവൾ. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്തോറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. അച്ഛന്മാര് വേറെ ആരെങ്കിലും പ്രസന്റ് ഉണ്ടോ? ആരുമില്ല അല്ലേ? ഇല്ല അച്ഛാ, ക്ലർജി മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ആരും ഇല്ല. ക്ലർജി മീറ്റിംഗ് ഉണ്ട്. നമ്മൾ അന്നേരം ക്ലാസ് തുടങ്ങാം അല്ലേ? ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ആഴ്ച നമ്മളപ്പോ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ പഠിച്ചത്, അല്ലെ? ഇതിന്റെ കോണ്ടെക്സ്റ്റ്. ഞാൻ ടെക്സ്റ്റിന് ഒരു കോണ്ടെക്സ്റ്റും ഒരു പ്രീ ടെക്സ്റ്റും ഉണ്ടെന്നാ പറഞ്ഞത്. അതിൽ കോണ്ടെക്സ്റ്റും പ്രീ ടെക്സ്റ്റ് ഏകദേശം നമുക്ക് പ്രീ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അത് ടെക്സ്റ്റിന്റെ കൂടെ വരുന്നത്, അതായത് ഒരു ടെക്സ്റ്റിന്റെ ഇമോഷനും ഒക്കെ നമ്മളൊരു വാചകം വായിക്കും, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇമോഷനും ഒക്കെ പ്രീ ടെക്സ്റ്റിനകത്ത് വരുന്നത്. കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലാണ്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. ഈ കോണ്ടെക്സ്റ്റിനെ പൊതുവെ എങ്ങനെ വിളിക്കാറ്, കൊരിന്ത്യൻ കറസ്പോണ്ടൻസ് എന്നൊരു പേരിൽ ഇത് അറിയപ്പെടാറുണ്ട്. അതായത് നമ്മൾ പറഞ്ഞല്ലോ 4 എഴുത്തുകളോളം മിനിമം ഉണ്ട്. 4-5 എഴുത്തുകൾ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം കൂടെ ചേർത്ത് കൊരിന്ത്യൻ കറസ്പോണ്ടൻസ് എന്നുള്ളൊരു വാക്ക് ഗൂഗിളിലോ ഒക്കെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പുസ്തകങ്ങളിലൊക്കെ നോക്കിയാൽ കൊരിന്ത്യൻ കറസ്പോണ്ടൻസ് എന്നുള്ള വാക്ക് പലപ്പോഴും കാണാം. അതുപോലെ തന്നെ കൊരിന്ത്യൻ ക്രൈസിസ് എന്നുള്ളത് വേറൊരു അവിടുത്തെ സിറ്റുവേഷനെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് 2 ലേഖനങ്ങൾ വായിക്കുമ്പോഴും അറിയാം അവിടെ എത്തിക്കലായിട്ടും മിനിസ്റ്റീരിയലായിട്ടും ഒക്കെ ഉള്ള ക്രൈസിസുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അതായിരുന്നു കോണ്ടെക്സ്റ്റ്. ഇനി നമ്മള് ആ ഒരു ടെക്സ്റ്റിന്റെ ക്ലോസർ റീഡിങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ആ വേദപുസ്തക ഭാഗം വായിച്ചിട്ട് അത് നമ്മളൊരു എക്സജറ്റിക്കലായിട്ട് ഓരോ വാക്യം വായിച്ചിട്ട് ആ വാക്യത്തെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അറിയാം, ഇതെല്ലാം എഴുത്തുകളാണ്. എഴുത്തുകൾക്ക് ഒരു പൊതുവായ ഒരു ഘടനയുണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്. ലെറ്ററിന് ഒരു കോമൺ സ്ട്രക്ചർ ഉണ്ട്. ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ലെറ്ററിന് ഒരു ഇൻട്രൊഡക്ഷൻ കാണും. അത് കഴിഞ്ഞ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ ലെറ്ററിന്റെ ബോഡിയിലേക്ക് കയറും. ബോഡിയിലാണ് പ്രധാനപ്പെട്ട സംഗതികളെല്ലാം വരുന്നത്. അത് കഴിഞ്ഞിട്ട് കൺക്ലൂഷൻ. ഇത് തന്നെയാണ് നമ്മൾ പ്രസംഗം എഴുതുമ്പോഴും ഉപന്യാസം എഴുതുമ്പോഴും ഒക്കെ ഉള്ള നമ്മുടെ ഒരു കീപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണത്. പൗലോസിന്റെ ലേഖനങ്ങൾ ഒരേ സമയം എഴുത്തുകളുമാണ്, അതേസമയം അത് പ്രസംഗങ്ങളും കൂടെയാണ്. അന്നേരം ഈ എഴുത്തും പ്രസംഗവും ആ ഒരു സ്ട്രക്ചറിലാണ് വരുന്നത്. അപ്പൊ എല്ലാ ലേഖനങ്ങളും എടുത്തു നോക്കിയാലും നമുക്ക് എവിഡന്റ് ആയിട്ട് ഈ 3 പാർട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഓപ്പണിംഗ് ഓഫ് ദ ലെറ്റർ, ബോഡി ഓഫ് ദ ലെറ്റർ, കൺക്ലൂഷൻ ഓഫ് ദ ലെറ്റർ. അത് ഇവിടെ നമ്മള് ഈ 2 കൊരിന്ത്യൻസ് എടുക്കുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളാണ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്, ലെറ്റർ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. 1-ാം അധ്യായത്തിന്റെ 12 തുടങ്ങി 13-ാം അധ്യായം 10-ാം വാക്യം വരെ ബോഡി ഓഫ് ദി ലെറ്റർ ആണ്, മെയിൻ കണ്ടന്റ് ആണ്. അത് കഴിഞ്ഞ് 13-ാം അധ്യായത്തിന്റെ സെക്കൻഡ് ഹാഫ് അത് ലെറ്ററിന്റെ കൺക്ലൂഷൻ ആണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു ഈ 1 തൊട്ട് 13 വരെ നമ്മൾ ഒറ്റ യൂണിറ്റ് ആയിട്ട് കണക്കാക്കുമ്പോഴും അതിനകത്ത് 7-ൽ ഒരു ബ്രേക്ക് ഉണ്ട്, 8-9 ഒരു പ്രത്യേക സെഷനാണ്. അത് കളക്ഷനെ പറ്റിയുള്ള ഒരു അപ്പീലാണ്. അതായത് ഇസ്രായേലിലെ സഭയ്ക്ക്, യെരുശലേമിലെ സഭയ്ക്ക് കളക്ഷൻ കൊടുക്കുന്നതിനെ പറ്റിയാണ്. പിന്നെ 10, 11, 12, 13 അല്പം കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഗമാണ്. എന്നാലും നമ്മൾ അതിനെ ഒരുമിച്ച് എടുക്കുമ്പോൾ 1, 12 തൊട്ട് 13, 10 വരെ അതിന്റെ ബോഡി ആണ്. എന്നിട്ട് 13-ന്റെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കൺക്ലൂഷൻ. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം ലെറ്ററിന്റെ ഓപ്പണിംഗ് ഭാഗമാണ്. അതായത് 1-ന്റെ 1 തൊട്ട് 11 വരെയുള്ള പാർട്ട്. അറിയാം,
നമ്മളൊക്കെ എഴുത്തെഴുതുമ്പോ അല്ലേ, സംബോധന ചെയ്യുന്നതല്ലേ. ഓരോരുത്തർക്ക് എഴുതുമ്പഴും ഓരോ രീതിയിലാണ് സംബോധന ചെയ്യുന്നത്. അന്നേരം ലെറ്ററിന്റെ ഓപ്പണിങ്ങിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ആരെഴുതുന്നു, ആർക്കെഴുതുന്നു, എന്തിനെഴുതുന്നു, അല്ലേ? ഇത് 3ഉമാണ് അവിടെ പ്രധാനമായിട്ട് വരേണ്ടത്. പൗലോസിന്റെ ലെറ്റേഴ്സിലെല്ലാം ആദ്യം തുടങ്ങുമ്പം പൗലോസാണ് അത് എഴുതുന്നത്. ചിലപ്പോ പൗലോസിന്റെ കൂടെ ഒരു ഓതർ കാണും. ചിലപ്പോ അത് തിമോത്തിയോസ് ആയിരിക്കും. 1 കൊരിന്ത്യർ ലേഖനത്തിലാണെങ്കിൽ സൊസ്തെനോസ് ആണ് ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? സൊസ്തെനോസ് ഉണ്ട്. പൗലോസും സൊസ്തെനോസും കൂടെയാണ് എഴുതുന്നതായിട്ട് അവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടെ തിമോത്തിയാണ്. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കോരിന്തിലെ ദൈവസഭയ്ക്കും അഖായയിൽ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്കും കൂടെ എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അതാണ് ഈ ഓപ്പണിങ്ങിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അന്നേരം 1 തൊട്ട് 11 വരെ ലെറ്റർ ഓപ്പണിങ്ങിന് തന്നെ 2 പാർട്ട്. അതില് ആദ്യത്തെ പാർട്ട് നമ്മൾ ഈ സല്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അഭിവാദനം എന്ന് മലയാളത്തിൽ പറയാം, അല്ലെ? പ്രിയപ്പെട്ട ഇന്നാർക്ക്, ഇന്നടുത്ത് താമസിക്കുന്ന ഇന്നാർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നതിന്റെ പൗലോസിന്റെ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്, അല്ലെ? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ആ ഓപ്പണിങ്ങിനകത്ത് കാണും ആ ലെറ്ററിന്റെ നേച്ചർ എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ, ഓരോ ലെറ്ററിന്റെ ഓപ്പണിംഗ് എടുത്ത് നോക്കിയാൽ ആ ലെറ്ററിന്റെ ഉള്ളിലുള്ള തീം ആ ലെറ്ററിന്റെ ഓപ്പണിങ്ങിൽ തന്നെ കാണും. ഇല്ലെങ്കിൽ തീമിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ആ ഓപ്പണിങ്ങിൽ തന്നെ കാണും. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാല്, നിങ്ങൾ ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മളത് മലയാളത്തിൽ വായിക്കുമ്പോൾ അതൊരു സ്റ്റോപ്പ് കിട്ടുന്നത് ദൈവേഷ്ടത്താൽ ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ്. ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എന്നുള്ളത്. അന്നേരം അപ്പോസ്തോലൻ എന്നുള്ള വാക്ക്, ഈ 2 കൊരിന്ത്യൻസിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്തുവാ? പൗലോസിന്റെ അപ്പോസ്തോല അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ കൊരിന്ത്യ സഭയിൽ ഉണ്ടായി എന്നുള്ളതാണ് ഈ ലെറ്റർ എഴുതാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അന്നേരം അതുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് അവിടെ ക്രിസ്തുവിന്റെ അപ്പോസ്തോലനായ പൗലോസ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ക്രിസ്തുവിന്റെ അപ്പോസ്തോലനായ പൗലോസ് എങ്ങനെയാണ് ക്രിസ്തുവിന്റെ അപ്പോസ്തോലനായത്? ദൈവേഷ്ടത്താലാണ് ക്രിസ്തുവിന്റെ അപ്പോസ്തലനായത്. അന്നേരം ഈ ലെറ്ററിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആദ്യത്തെ വാചകത്തിൽ തന്നെ പൗലോസ് അവിടെ അവതരിപ്പിക്കുകയാണ്. ഇത് മറ്റു ലേഖനങ്ങളിലേക്ക് പോകുമ്പോൾ ഇച്ചിരി കൂടെ ഒക്കെ വ്യത്യാസമാണ്. ഇപ്പൊ ഗലാത്യ ലേഖനത്തിനകത്ത് ഒരു 2-3 വാചകമുണ്ട്. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത്. അവിടെയും ഈ അപ്പോസ്തോലിക് മിനിസ്ട്രിയാണ്. ഗലാത്യ ലേഖനത്തിലും പ്രധാനപ്പെട്ട പ്രശ്നം, ഗലാത്യ സഭയിലും ഈ പൗലോസിന്റെ അപ്പോസ്തോല അധികാരത്തെ ചോദ്യം ചെയ്യുന്ന പ്രവണത ഉണ്ടായിരുന്നു. അന്നേരം അതിനെ ഇച്ചിരൂടെ നീട്ടിയാണ് എഴുതിയേക്കുന്നത്. ഇനി നമ്മള് ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വന്ന് നോക്കി, ക്രിസ്തുവേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പിയിലെ ക്രിസ്തുവേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും എഴുതുന്നത്. അവിടെ നോട്ട് ചെയ്യേണ്ട ഒരു വാക്ക്, ക്രിസ്തുവേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും. ഫിലിപ്പിയ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്തുവാ? അവൻ തന്നെത്താൻ ഒഴിഞ്ഞു, ദാസ്യവേഷം എടുത്തു, മനുഷ്യനെ പോലെ ആയി തീർന്നു എന്നുള്ളതാ, അല്ലെ? അന്നേരം അതാണ് ഫിലിപ്പിയ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ്, തീം എന്ന് പറയുന്നത്. ആ തീം അന്നേരം ആദ്യം തന്നെ പറയുന്നുണ്ട്, ദാസൻ, ഡൂളോസ്, അല്ലെങ്കിൽ അടിമ എന്ന് പറയുന്ന ആ ഒരു ഭാവം. ക്രിസ്തു ദൈവത്തിന്റെ ഭാവം വിട്ട് അടിമയുടെ ഭാവം എടുത്തു എന്നുള്ള ഫിലിപ്പിയ ലേഖനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട തീമ. അത് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട്. ഇനി ഫിലമോന്റെ ലേഖനം എടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം, ഫിലിപ്പിയ ലേഖനവും ഫിലമോന്റെ ലേഖനവും ഒക്കെ കാരാഗ്രഹ ലേഖനങ്ങളാണ്. ഫിലമോന്റെ ലേഖനത്തില് ക്രിസ്തുവേശുവിന്റെ ബദ്ധനായ പൗലോസ്,
ദ പ്രിസണർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പോൾ ദ പ്രിസണർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അന്നേരം ജയിലിൽ കിടന്നുകൊണ്ട് എഴുതുന്നത്, അന്നേരം അവിടെ ആ ജയിലിൽ കിടക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്. അന്നേരം അത് ആ സംബോധനയിൽ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് പൗലോസിന്റെ ഒരു പൗലോസിന്റെ ലേഖനങ്ങളുടെ ഒരു വലിയ പ്രത്യേകതയാണ്. ഈ അഭിസംബോധനയിൽ തന്നെ ആ ലെറ്ററിന്റെ കോണ്ടെക്സ്റ്റും തീമും ഒന്നോ രണ്ടോ വാക്കുകളിൽ തന്നെ ഉൾപ്പെടുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ അപ്പോസ്തോല പൗലോസിന്റെ അപ്പോസ്തോല അധികാരമാണ് ചോദ്യം ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, അപ്പോസ്തോലനായ പൗലോസ്. ആരുടെ അപ്പോസ്തോലൻ? ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തോലൻ. എങ്ങനെ അപ്പോസ്തോലനായി? ബൈ ദ വിൽ ഓഫ് ഗോഡ്. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുക്ക അപ്പോസ്തലനായിട്ട് വന്നത് എന്റെ ഇഷ്ടം കൊണ്ടല്ല, അല്ലെങ്കിൽ ഞാൻ സ്വയം തെരഞ്ഞെടുത്തതല്ല, ദൈവമാണ് എന്നെ തെരഞ്ഞെടുത്തത്. ദൈവമാണ് എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് വിളിക്കുന്നത്. ഇല്ലെങ്കിൽ ദൈവമാണ് എന്നെ ഒരു യഹൂദനായിട്ടിരുന്ന് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന എന്നെ ആരാണ് ഈ ജോലി, ഈ മിനിസ്ട്രിയിലേക്ക്, ഈ ശുശ്രൂഷയുടെ അധികാരത്തിലേക്ക് തെരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ അത് ദൈവമാണ് തെരഞ്ഞെടുത്തത് എന്ന് ആദ്യമേ തന്നെ അവരോട് പറയുകയാണ്. എന്നിട്ട് അന്നേരം അവിടെ അതങ്ങ് സ്റ്റേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ താഴോട്ട് പൗലോസ് ഉണ്ട്, തീമോത്തിയോസ് ഉണ്ട്. തീമോത്തിയോസിനെ പറ്റി നമുക്കറിയാം. അപ്പോസ്തല പ്രവർത്തികളിലെ 16-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തീമോത്തിയോസിനെ പറ്റി പറയുന്നുണ്ട്. യവനനായ പിതാവും യഹൂദിയ സ്ത്രീയായ അമ്മയും. അങ്ങനെ പൗലോസ് അവനെ ശിഷ്യനായിട്ട് കൂടെ കൊണ്ട് നടക്കുന്നു. പിന്നീട് സെക്കൻഡ് മിഷണറി ജേർണിയിൽ പൂർണ്ണമായിട്ട് പൗലോസിന്റെ കൂടെ നടക്കുന്നുണ്ട്. പൗലോസ് എന്റെ മകൻ എന്ന് വരെ തിമോത്തിയോസിനെ വിളിക്കുന്നുണ്ട്, അല്ലേ? അത്ര അടുപ്പമുള്ള രണ്ടുപേരാ. പക്ഷെ എന്ന് പറഞ്ഞാൽ പോലും ഇപ്പം ഒരു ഓതർ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ടുപേരും ഒരുമിച്ച് എഴുതുന്നു എന്നല്ല. തീമോത്തിയോസിന് കൊരിന്ത്യ സഭയിലുള്ള സ്ഥാനം എന്താന്ന് നമുക്കറിയാം, അല്ലെ? പൗലോസ് തന്റെ എൻവോയി ആയിട്ട്, അല്ലെങ്കിൽ തന്റെ മെസ്സഞ്ചർ ആയിട്ട് പല പ്രാവശ്യം കൊരിന്ത്യ സഭയിലേക്ക് തീമോത്തിയോസിനെ പറഞ്ഞു വിടുന്നുണ്ട്. അല്ലെങ്കിൽ ആദ്യ യാത്രയിൽ തന്നെ പൗലോസ് അവിടെ വന്ന് സഭ സ്ഥാപിക്കുമ്പോൾ തീമോത്തിയോസ് പൗലോസിന്റെ കൂടെ ഉണ്ട്. അന്നേരം ഓതർ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ കൊരിന്ത്യയിലെ മിഷണറി പ്രവർത്തനങ്ങളുടെ എല്ലാം ഭാഗമാണ് തീമോത്തിയോസ്. അല്ലെങ്കിൽ കൊരിന്ത്യ സഭയിലെ നല്ല കാര്യങ്ങളും അവിടെ ഉണ്ടായ പ്രശ്നങ്ങളും എല്ലാം പൗലോസിന് അറിയുന്നത് പോലെ തന്നെ തീമോത്തിയോസിനും അറിയാം. അപ്പൊ അതാണ് അവരുടെ തമ്മിലുള്ള ഒരു ഷെയറിങ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്നതുപോലെയാണ് പൗലോസ് ഓതറായിട്ട് തീമോത്തിയോസിനെ അവിടെ ഉൾപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞല്ലേ, തിമോത്തിയോസിനെ മകൻ എന്ന് വരെ വിളിക്കുന്നുണ്ട്. പക്ഷെ തിമോത്തിയോസിനെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. പൗലോസിന്റെ കൂട്ടാളികളിൽ ആരെയും പൗലോസ് അപ്പോസ്തോലൻ എന്ന് വിളിക്കുന്നില്ല. അത് അപ്പോസ്തോലൻ എന്ന അധികാരത്തിന്റെ സവിശേഷതയാണ് കാണിക്കുന്നത്. എന്താ അപ്പോസ്തോലൻ എന്ന് പറഞ്ഞാൽ? വൺ ഹു സെൻഡ് ഔട്ട് എന്നുള്ളതാണ്. സെൻഡ് ഔട്ട് യഥാർത്ഥത്തിൽ റിയൽ ആയിട്ട് ആരാ? 12 ശിഷ്യന്മാരാണ് ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടവരും ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവരും. പൗലോസ് ക്രിസ്തുവിനാൽ പ്രത്യേകം വിളിക്കപ്പെട്ടവനാണ്. അങ്ങനെയാണ് ആ 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലേക്ക് പൗലോസും വരുന്നത്. അതാണ് ഈ അപ്പോസ്തല അധികാരത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. അത് ഈ 12 അപ്പോസ്തലന്മാർക്കും പൗലോസിനും അല്ലാതെ അതിനുശേഷം വരുന്ന ആർക്കും ആ ഒരു ടൈറ്റില് സഭയും കൊടുക്കുന്നില്ല, പൗലോസും കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അന്നേരം അതാണ് തിമോത്തിയോസിനെ പറ്റി പറയുന്നത്. എന്നിട്ട് കൊരിന്ത്യയിലെ ദൈവസഭയ്ക്കും അഖായയിൽ എല്ലായിടത്തും സകല വിശുദ്ധന്മാർക്കും കൂടെ എഴുതുന്നത്. അന്നേരം ഇത് അവിടെ ഈ വിശുദ്ധന്മാർ എന്നൊരു പ്രയോഗമുണ്ട്. അത് പൗലോസ്ലീഹ എല്ലാ ലേഖനങ്ങൾ എഴുതുമ്പോഴും എല്ലാ സഭയിലെ അംഗങ്ങളെയും വിശുദ്ധന്മാർ, അല്ലെങ്കിൽ അത് മലയാളത്തിൽ വിശുദ്ധന്മാർ എന്ന്, ഇംഗ്ലീഷിൽ ചിലപ്പോൾ അതിനകത്ത് സാങ്ക്ടിഫൈഡ്, ഓൾ ദ സാങ്ക്ടിഫൈഡ് എന്ന് ചില തർജ്ജമകളിൽ പറയും, അല്ലെങ്കിൽ ഹോളി വൺസ് എന്ന് പറയും, എന്ന് തർജ്ജമ ചെയ്യാറുണ്ട്, അല്ലേ? അതൊരു പഴയ നിയമത്തിൽ നിന്ന് വരുന്ന ഒരു സങ്കല്പമാണ്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശുദ്ധ ജനതയാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ജനത വിശുദ്ധ ജനതയാണെന്നുള്ള പഴയ നിയമത്തിൽ ഒരു സങ്കല്പമുണ്ട്.
അതിന്റെ തുടർച്ചയാണ് പുതിയ നിയമത്തിലെ സഭ എന്നുള്ള രീതിയിലാണ് സാങ്ക്ടിഫൈഡ് എന്നുള്ളത്. അത് പഴയ നിയമത്തിൽ നമുക്കറിയാം, കാദീഷ് എന്ന് നമ്മൾ സുറിയാനിയിൽ ഉപയോഗിക്കുന്ന വാക്ക് കാദേശ്, അത് ആ പഴയ നിയമ കൺസെപ്റ്റ് ആണ്. അത് പഴയ നിയമത്തിൽ അതിന്റെ യഥാർത്ഥ വാക്കിന്റെ അർത്ഥം ടു ബി സെപ്പറേറ്റഡ് എന്നുള്ളതാണ്, വേർതിരിക്കപ്പെട്ടവർ എന്നുള്ളതാണ്. വേർതിരിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിന്മയിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവർ, അത് അങ്ങനെ ഒരു അർത്ഥം കൊടുക്കാം. അതേ സമയത്ത് തന്നെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ. അന്നേരം പൗലോസ്ലീഹ എപ്പോഴും തന്റെ സഭയിലെ അംഗങ്ങളെ വിളിക്കാൻ ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരു പേരിലാണ്. മാത്രമല്ല ഇനി വേർതിരിക്കപ്പെടുക മാത്രമല്ല, ക്രിസ്തുവിന്റെ വിശുദ്ധിയിൽ പങ്കാളികളാവുന്നവരാണ് ക്രിസ്തീയ സഭയിലെ അംഗങ്ങൾ. അതുകൊണ്ട് കൂടെ അവര് വിശുദ്ധരെന്ന് വിളിക്കപ്പെടുവാനായിട്ട് അവര് യോഗ്യരാണ് എന്നുള്ളതാണ്. അത് ഈ കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ 5-ാം അധ്യായം 21 പറയുന്നുണ്ട്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായി. അതായത് നമ്മളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി അവൻ പാപമായി തീർന്നു, അങ്ങനെ നമ്മൾക്ക് വിശുദ്ധി നൽകി എന്നുള്ള ഒരു സങ്കല്പം. അതായത് അങ്ങനെയാണ് ക്രിസ്തീയ സഭയിലെ അംഗങ്ങൾ വിശുദ്ധരായിട്ട്. അതൊരു നമ്മളത് ഈ സെയിൻസ് എന്ന വാക്കും ഉപയോഗിക്കും, സാങ്ക്ടിഫൈഡ് ഓർ സെയിൻസ് ഓർ ഹോളി വൺസ് എന്നുള്ള രീതിയിൽ. അതിനകത്തൊരു പേഴ്സണലി ഹോളി ആണെന്നുള്ളതല്ല അവിടുത്തെ ഒരു സങ്കല്പം. ഈ സഭയുടെ അംഗമാകുന്ന ഓരോരുത്തരും ക്രിസ്തു യേശുവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് എന്നുള്ള രീതിയിലാണ് അത് പ്രയോഗിക്കുന്നത്. എന്നിട്ട് വിശുദ്ധന്മാർക്കും കൂടെ എഴുതുന്നത്. 2-ാമത്തെ വാക്യം, നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അതാണ് 2-ാമത്തെ വാക്യം. അതൊരു ആർക്ക് വേണ്ടി എഴുതിയെന്ന് പറഞ്ഞിട്ട് സല്യൂട്ടേഷന്റെ സെക്കൻഡ് പാർട്ട് ഒരു എന്താ പറയുന്നത്, സമാധാന ആശംസയാണ്. ഗ്രേസ് ആൻഡ് പീസ് ടു യു ഫ്രം ഗോഡ് അവർ ഫാദർ ആൻഡ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അവിടെ 2 ടൈറ്റിലുകൾ നോക്കണം. ദൈവം, പിതാവായ ദൈവം. യേശുക്രിസ്തുവോ, കർത്താവായ യേശുക്രിസ്തു. ഇതൊക്കെ യുണീക്ക് ടൈറ്റിലുകളാണ്. പിതാവ് ഒരുവൻ മാത്രമേ ഉള്ളൂ, അല്ലെ? അത് ദൈവം തമ്പുരാനാണ്, ദൈവമാണ് പിതാവ് എന്ന് പറയുന്നത്. യേശു എന്ന് പറയുന്നത് കർത്താവാണ്, ലോർഡാണ്. ആ ലോർഡ്ഷിപ്പ് പിതാവ് തന്റെ പുത്രനെ ഉയർപ്പിക്കുന്നതിലൂടെ പുത്രന് നൽകുന്ന ലോർഡ്ഷിപ്പാണ്, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് ഈ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പൗലോസ്ലീഹ അവിടെ പ്രയോഗിക്കുന്നു. ഈ പൗലോസ്ലീഹയുടെ ഒരു പേഴ്സണൽ കൺവിക്ഷൻ എന്താന്ന് ചോദിച്ചാൽ ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാക്ഷ്യം എന്നുള്ളതാണ്. അത് ആവർത്തിച്ച് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള വാക്ക്, അതുപോലെ ഈ പിതാവാം ദൈവം, അത് ഇങ്ങനെ നമ്മൾ ഈ ലേഖനം വായിച്ചു പോകുമ്പോൾ ഈ പ്രത്യേകിച്ച് പിതാവാം ദൈവത്തിന്, ഗോഡ് എന്നുള്ളതിന് ഒരുപാട് വിശേഷണങ്ങൾ നമ്മൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് കാണും. അത് തന്നെ പഠിച്ചാൽ ഈ 2 കൊരിന്ത്യർ ലേഖനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തീം നമ്മുടെ മനസ്സിൽ കിട്ടും. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടൈറ്റിൽ ഫോർ ഗോഡ് ദ ഫാദർ, അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ ദൈവത്തിന് കൊടുത്തേക്കുന്ന ടൈറ്റിലുകൾ നമ്മൾ ഇനി അടുത്ത വരി തൊട്ട് അങ്ങോട്ട് കാണും. 3 തൊട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ആദ്യം പറയുന്നത് പിതാവാം ദൈവം എന്നുള്ളതാണ്, അല്ലെ? എന്നിട്ട് എന്തോ അവിടെ ആശംസ എന്ന് പറയുന്നത് ഗ്രേസ് ആൻഡ് പീസ്, കൃപയും സമാധാനവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്നുള്ളതാണ്. ഈ ഗ്രേസും പീസും അതും ഈ പൗലോസിന്റെ ലേഖനങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. എന്താ ഗ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് എ ഫേവർ ആണ്. പക്ഷെ ആ ഫേവർ എന്ന് പറയുന്നത് വെറും ഫേവർ അല്ല, അർഹതയില്ലാത്തവന് കിട്ടുന്ന ഫേവറാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്തുവാ? അർഹതയില്ലാത്തവന് കിട്ടിയ ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത് പിതാവാം ദൈവം തന്റെ മകനെ ഭൂമിയിലേക്ക് അയച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ യാഗമായി തീർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത്. അന്നേരം അതാണ് പിതാവാം ദൈവത്തിന്റെ കൃപയിലാണ് പുത്രൻ തമ്പുരാൻ ലോകത്തിലേക്ക് വരുന്നതും മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി യാഗമായി തീരുന്നത്. അന്നേരം ആ യാഗത്തിലൂടെ എന്താണ് സംഭവിച്ചത്? റിക്കൺസിലിയേഷൻ, പീസ് ഉണ്ടായി.
അന്നേരം കൃപയിൽ നിന്നാണ്, പിതാവിന്റെ കൃപയിൽ നിന്നാണ് പുത്രനിലൂടെ സമാധാനം ഉണ്ടായത്. അതാണ് ഈ പൗലോസ്ലീഹ കൃപയും സമാധാനവും നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോഴുണ്ടാവുന്ന ആ രണ്ട് വാക്ക് ആശംസ പറയുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അത് 5-ാം അധ്യായത്തില് അത് പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. 18 തൊട്ട് അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കടക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. അന്നേരം ഇത് അത് പൗലോസിന്റെ ഒരു പ്രധാനപ്പെട്ട തീമ. ക്രിസ്തുവിൽ ദൈവവും ഭൂമി അല്ലെങ്കിൽ സൃഷ്ടിയും തമ്മിൽ നിരപ്പായി തീർന്നു എന്നുള്ളത്, ടു ബി റിക്കൺസിൽഡ് എന്നുള്ളത്. അത് റോമലേഖനത്തിന്റെ 5-ാം അധ്യായത്തിലും ഒക്കെ വരുന്ന ഒരു സംഗതിയാണ്. അന്നേരം ഞാൻ ഇത് ഇപ്പം ആദ്യത്തെ 2 വാക്യം വായിച്ചപ്പോൾ തന്നെ പല പ്രാവശ്യം ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പോയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊരിന്ത്യർ ലേഖനത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത് എന്നുള്ളതിന്റെ കണക്ഷൻ ഈ ഇൻട്രൊഡക്ഷനിലോട്ട് കിടപ്പുണ്ട്, അല്ലെ? ഇപ്പൊ കൃപയും സമാധാനത്തെ പറ്റി പറഞ്ഞപ്പം 3-ാം അധ്യായത്തിലേക്കും 5-ാം അധ്യായത്തിലേക്കും പോയി. അന്നേരം അതാണ് ഇൻട്രൊഡക്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ ഈ ഓപ്പണിംഗ് ഓഫ് ദ ലെറ്ററിൽ തന്നെ ആ ലെറ്ററിനകത്ത് വരുന്ന കാര്യങ്ങളെ പറ്റി എല്ലാം ഉള്ള സൂചന ഇവിടെ തന്നെ കാണും. എന്നിട്ട് അതാണ് സല്യൂട്ടേഷൻ എന്ന് പറയുന്നത്. സല്യൂട്ടേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ 3 തൊട്ട് 11 എന്ന് പറയുന്നത് ഒരു ബെനഡിക്ഷൻ ആണ്. പൗലോസിന്റെ ലേഖനങ്ങളുടെ ഓപ്പണിങ്ങിന്റെ പ്രത്യേകതകൾ അടുത്ത ഒരു പ്രത്യേകതയാണ് ഈ അഭിവാദനം കഴിഞ്ഞതിന് ശേഷം എപ്പോഴും ഒരു പ്രാർത്ഥന കാണും. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു സ്തോത്രം ചെയ്യലായിരിക്കും, താങ്ക്സ് ഗിവിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബെനഡിക്ഷൻ ആയിരിക്കും. ബെനഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവം വാഴ്ത്തപ്പെട്ടവനാണ് എന്ന് തുടങ്ങുന്ന ഒരു പ്രയർ. എങ്ങനെയായാലും ഓപ്പണിങ്ങിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഒരു പ്രയർ ആയിരിക്കും. ഇതെല്ലാ ലേഖനങ്ങളിലും ഉണ്ട്. ഒന്നുകിൽ അതൊരു താങ്ക്സ് ഗിവിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ബെനഡിക്ഷൻ ആയിരിക്കും. 1-ാം കൊരിന്ത്യർ ലേഖനം എഴുതുമ്പോൾ അതൊരു താങ്ക്സ് ഗിവിംഗ് ആയിട്ടാണ്, സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. നിങ്ങൾ ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. അന്നേരം ഈ ഒന്നുകിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, അല്ലെങ്കിൽ ദൈവം വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന് പറയുന്ന ഈ 2 തരത്തിലുള്ള പ്രയറുകളാണ് ഈ ലെറ്റർ ഓപ്പണിങ്ങിന്റെ 2-ാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി നമ്മുടെ TJ ജോഷുവ അച്ഛൻ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, പൗലോസ്ലീഹായുടെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞുകൊണ്ട്. ഈ ലെറ്റർ ഓപ്പണിങ്ങിലുള്ള ഈ പ്രാർത്ഥനകൾ കളക്ട് ചെയ്തിട്ട് അതിനൊരു ഇച്ചിരി പഴയ പുസ്തകമാണ് മലയാളത്തിലെ. അന്നേരം അന്നേരം ഓപ്പണിങ്ങിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് അതൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഇവിടെ അതൊരു ബെനഡിക്ഷൻ ആണ്. ഒരു ബെനഡിക്ഷന്റെ വേറൊരു ഉദാഹരണമാണ് നമ്മൾ സക്കറിയാവിന്റെ പാട്ടെന്ന് പറയുന്നത്. ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 68 ഉണ്ട്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അല്ലേ? ആദ്യത്തെ വാചകം അവിടെ അങ്ങനെയാണ് തുടങ്ങുന്നത്, സക്കറിയാവ് തുടങ്ങുന്നത് ഒരു ബെനഡിക്ഷന്റെ ഫോം. ഇതൊക്കെ യഹൂദന്മാരുടെ നിത്യമായ പ്രാർത്ഥനകളിലുള്ളതാണ് ഈ ബെനഡിക്ഷൻസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു പ്രയർ ഓഫ് 18 ബെനഡിക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രയർ യഹൂദന്മാർക്കുണ്ട്. ആ 18 ബെനഡിക്ഷനിലെ ചില പ്രാർത്ഥനകളോ അല്ലെങ്കിൽ ചില വാചകങ്ങളോ ഒക്കെ പൗലോസ്ലീഹ ആവർത്തിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതാണ് ഓപ്പണിങ്ങിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ബെനഡിക്ഷൻ ആണ്. ഈ ബെനഡിക്ഷനകത്ത് പൗലോസ്ലീഹ അടുത്ത ഒരു തീം അവതരിപ്പിക്കുകയാണ്. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസം നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അവിടെ എന്താണ് ദൈവത്തിന് പിതാവ് എന്നുള്ള ആ വിശേഷണം അവിടെ വീണ്ടും വരുന്നുണ്ട്. അതുകൂടാതെ 2 വിശേഷണങ്ങളൂടെ വരുന്നുണ്ട്. ദൈവത്തിന്റെ വേറെ 2 വിശേഷണങ്ങൾ എന്തുവാ? മനസ്സലിവുള്ള പിതാവ്, സർവാശ്വാസം നൽകുന്ന ദൈവം, മേഴ്സിഫുൾ ഫാദർ ആൻഡ് ഗോഡ് ഹു ഈസ് ഗിവിംഗ് കൺസോലേഷൻ, അല്ലെ?
അങ്ങനെ രണ്ട് ഗോഡ് ഓഫ് ഓൾ കൺസൊലേഷൻ. അങ്ങനെ അടുത്ത രണ്ട് വിശേഷണങ്ങൾ അവിടെ വരുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ പിതാവാം ദൈവത്തിന് അടുത്ത വിശേഷണം മനസ്സലിവുള്ള ദൈവം, ഫാദർ ഓഫ് മേഴ്സീസ് ആൻഡ് ഗോഡ് ഓഫ് ഓൾ കൺസൊലേഷൻ. പഴയ നിയമത്തിൽ നിന്ന് എടുത്തേക്കുന്നതാ. മോശയ്ക്ക് കൽപ്പനകൾ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ദൈവം തമ്പുരാൻ അവിടെ വെളിപ്പെടുമ്പോ പറയുന്നതാണ്, ദൈവം കരുണയുള്ളവനാണ്, ആശ്വസിപ്പിക്കുന്നവനാണ്, ദീർഘക്ഷമയുള്ളവനാണ് എന്ന് പറയുന്നത്. അത് എക്സോഡസ് 34 വരുന്നത്. അതിന് പിന്നെ സങ്കീർത്തനങ്ങളിലൊക്കെ ആവർത്തിച്ചു വരുന്നത്. ഈ ആശ്വസിപ്പിക്കുന്ന ദൈവം എന്നുള്ളത് നമ്മള് സഹനദാസന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം, കഷ്ടതകളിൽ ആശ്വസിപ്പിക്കുന്നവനായ ദൈവം എന്നുള്ളത്. അന്നേരം അങ്ങനെ രണ്ട് വിശേഷണം കൊടുത്തിട്ട് ക്രിസ്തുയേശുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിനും ഞങ്ങൾക്കുള്ള കഷ്ടതയിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിന് രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഭവിക്കുന്നു. നിങ്ങളുടെ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത്. രണ്ട് മൂന്ന് വാക്കുകൾ ആവർത്തിച്ച് പറഞ്ഞു അല്ലേ? എന്തുവാ മലയാളത്തിൽ? കഷ്ടത, ആശ്വാസം അല്ലെ? ഇംഗ്ലീഷിലാണെങ്കിൽ അഫ്ലിക്ഷൻ, സഫറിങ് ആൻഡ് കൺസൊലേഷൻ. ഈ മൂന്ന് വാക്കുകൾ അവിടെ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. അത് ഈ 2 കൊരിന്ത്യർ ലേഖനത്തിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട തീമിലേക്കാണ് പൗലോസ് അവിടെ പോകുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട തീം എന്താണെന്ന് ചോദിച്ചാല്, പൗലോസ് കൊരിന്ത്യ സഭയിൽ പൗലോസിനെതിരെ ഉണ്ടായ വർത്തമാനങ്ങളിൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞു പൗലോസിന്റെ അപ്പോസ്തോലാധികാരത്തെ ചോദ്യം ചെയ്യലാണ്. അപ്പോസ്തോലാധികാരത്തെ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പൗലോസ് പഠിപ്പിച്ചിട്ട് പോയതിനു ശേഷം വേറെ ചില ടീച്ചേഴ്സ് അവിടെ വന്നു. അവര് വന്നിട്ട് പൗലോസിനെ പറ്റി അവിടെ കൊടുത്ത ഒരു ഇമേജ് എന്താണെന്ന് ചോദിച്ചാൽ, പൗലോസ് ദാണ്ട് നിങ്ങളിൽ നിന്ന് പോയിട്ട് അവൻ അവിടെ ജയിലിൽ കിടക്കുകയാണ്, ഇല്ലെങ്കിൽ അവൻ അവിടെ ഭയങ്കര പ്രയാസങ്ങളിലാണ്. അതുകൊണ്ട് ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ഒരാൾ എങ്ങനെ അപ്പോസ്തലനാകുന്നേ? ക്രിസ്തുവിന്റെ സുവിശേഷം പറയുന്നത് എങ്ങനെയാ? അന്നേരം അയാൾ മൈറ്റി ആയിട്ടിരിക്കണ്ടേ? ശക്തനായിട്ടിരിക്കണ്ടേ? ഇങ്ങനെ പ്രയാസം അനുഭവിക്കുകയും ഇങ്ങനെ വീക്കായിട്ടിരിക്കുകയും ചെയ്യുന്ന ഒരാൾ റിയൽ ആയിട്ട് അപ്പോസ്തലനാണോ? ഇതൊക്കെയാണ് പൗലോസിന്റെ പുറകെ വന്നവര് കൊരിന്ത്യ സഭയോട് ചോദിച്ചത്. അപ്പൊ കൊരിന്ത്യ സഭയിലുള്ളവർക്ക് ഒരു സംശയം ഉണ്ടായി. ക്രിസ്തുവിന്റെ അപ്പോസ്തലനാണെങ്കിൽ അവൻ ശക്തനായിരിക്കണം, അവന് ബലഹീനതകൾ ഉണ്ടാകാൻ പാടില്ല, വീക്ക്നെസ്സുകൾ ഉണ്ടാകാൻ പാടില്ല, അവൻ ജയിലിൽ കിടക്കാൻ പാടില്ല, അവൻ അത്ഭുതകരമായിട്ട് എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ടു വരണം. അങ്ങനെയാണെങ്കിൽ പൗലോസിന്റെ അപ്പോസ്തലത്തിന് കുഴപ്പമുണ്ട്. ഇതാണ് കൊരിന്ത്യ സഭയിലേക്ക് കുത്തിവെച്ച, അല്ലെങ്കിൽ പൗലോസിന്റെ പുറകെ വന്നവര് കൊരിന്ത്യ സഭയിലേക്ക് വെച്ച ഒരു ദുരുപദേശം എന്ന് പറയുന്നത്. അപ്പൊ അതിനെയാണ് ഇവിടെ പൗലോസ് അഡ്രസ് ചെയ്യുന്നത്. ഞങ്ങൾ കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആ കഷ്ടത ആരുടെ കഷ്ടതയാണ്? ക്രിസ്തുവിന്റെ കഷ്ടതയാണ് ഞാൻ അനുഭവിക്കുന്നത്. അതാണ് 6-ാമത്തെ അധ്യായത്തെ വാക്യത്തിൽ പറയുന്നത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നു. ഇംഗ്ലീഷിൽ അതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അതായത്, ഇഫ് വി ആർ അഫ്ലിക്റ്റഡ് ഇറ്റ് ഈസ് ഫോർ യുവർ കൺസൊലേഷൻ ആൻഡ് സാൽവേഷൻ. ആൻഡ് 5-നകത്ത് ഇംഗ്ലീഷിൽ വരുമ്പോൾ 5, ബിക്കോസ് ആസ് ദ സഫറിംഗ് ഓഫ് ക്രൈസ്റ്റ് അബൗണ്ട് ഇൻ us ത്രൂ ക്രൈസ്റ്റ് ഈവൻ അവർ കൺസൊലേഷൻ അബൗണ്ട്സ്. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നത്? അത് ഗോസ്പൽ, സുവിശേഷത്തിന് വേണ്ടിയാണ് കഷ്ടം അനുഭവിക്കുന്നത്. സുവിശേഷത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നവർ ക്രിസ്തുവിന്റെ കഷ്ടത്തിലാണ് പങ്കാളികളാകുന്നത്. അങ്ങനെയാണെങ്കിൽ ആശ്വാസവും എവിടുന്നാ വരുന്നത്? ക്രിസ്തുവിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ആശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ അങ്ങനെ ആശ്വാസം അറിയുന്നുണ്ടെങ്കിൽ, നിങ്ങളെയും ആശ്വസിപ്പിക്കാൻ ഞങ്ങൾക്ക് അതുകൊണ്ട് ശക്തി കിട്ടും. ഇതാണ് പൗലോസ്ലീഹ ഒരു ചെയിനായിട്ട് അത് പറഞ്ഞു വെക്കുന്നത്. കഷ്ടത എവിടുന്നാ? കഷ്ടത
ഗോസ്പലിന് വേണ്ടിയിട്ടാണ്. ഗോസ്പലിന് വേണ്ടിയിട്ടുള്ള കഷ്ടത ക്രിസ്തുവിന് വേണ്ടിയിട്ടുള്ള കഷ്ടതയാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കഷ്ടതയിൽ പങ്കാളികളാണ്. തിരിച്ച് അവിടുന്നോ ക്രിസ്തു ആശ്വസിപ്പിക്കും. അത് പൗലോസിനെ ആശ്വസിപ്പിക്കും. പൗലോസ് ആരെ ആശ്വസിപ്പിക്കും? തന്റെ സഭയെ ആശ്വസിപ്പിക്കും. പ്രത്യേകിച്ച് കൊരിന്ത്യ സഭയിൽ ഈ ഒരു ക്രൈസിസും കോൺഫ്ലിക്റ്റും ഒക്കെ നിൽക്കുന്ന സമയത്ത് അവർക്കും ആശ്വാസം വേണം. അന്നേരം ആ ആശ്വാസം എവിടുന്ന് വരുന്നതാ? ക്രിസ്തുവിൽ നിന്ന് വരുന്നതാ. ക്രിസ്തുവിൽ നിന്ന് പൗലോസ് പ്രാപിക്കുന്ന ആശ്വാസം അത് കൊരിന്ത്യ സഭയ്ക്കും ലഭിക്കും. അന്നേരം ഇതൊരു ഇതിനെ നമുക്ക് ഇങ്ങനെ ഇതിനെ നമുക്കൊരു ഗോസ്പൽ ഒരു പാരഡോക്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. എന്ന് പറഞ്ഞാൽ പാരഡോക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അത് തമ്മിൽ ചേരുന്ന ഒരു സംഗതിയല്ല. ഈ ഗോസ്പൽ പാരഡോക്സ് എന്താണെന്ന് ചോദിച്ചാൽ, there is affliction, there is suffering, അത് ഷുവർ ആണ്. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും, നിങ്ങളുടെ പ്രതിസന്ധികളിലൂടെ പോകേണ്ടി വരും. എന്തിനു? നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി നിലകൊണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ആ സുവിശേഷത്തിന് വേണ്ടി നിലകൊണ്ട് കഷ്ടത ഉണ്ടാകുമ്പോൾ ആ കഷ്ടതയ്ക്ക് അനുസരിച്ച് തന്നെ ക്രിസ്തുവിൽ നിന്ന് ആശ്വാസവും ഉണ്ടാകും. ഇതാണ് ഗോസ്പലിന്റെ അല്ലാതെ ഗോസ്പൽ പ്രീച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ സുവിശേഷം പ്രചരിപ്പിക്കുന്നത് കൊണ്ടോ സുവിശേഷത്തിന്റെ അപ്പോസ്തലനായിരിക്കുന്നത് കൊണ്ടോ ഒരാള് മൈറ്റി വൺ ആയിരിക്കണം എന്നില്ല. അതാണ് പാരഡോക്സ് എന്ന് പറയുന്നത്. അന്നേരം ആ പാരഡോക്സ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾ എന്റെ അപ്പോസ്തോലിക അധികാരത്തെയും മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് പൗലോസ്ലീഹ ആദ്യമേ പറഞ്ഞു വെക്കുന്നത്. ഇത് പിന്നീട് അങ്ങോട്ട് അഞ്ചാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ ഇത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് പറയുന്നുണ്ട്. ഈ ഗോസ്പൽ പാരഡോക്സ് എന്ന് പറയുന്നത് ന്യൂ കവണന്റിനെ പറ്റിയൊക്കെ പറയുമ്പോൾ. അന്നേരം അതാണ് പൗലോസ്ലീഹ അവിടെ അടുത്തതായിട്ട് ആ ലെറ്ററിന്റെ ബെനഡിക്ഷനകത്ത് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് അഫ്ലിക്ഷൻ ഉണ്ടാകും. പക്ഷെ അഫ്ലിക്ഷൻ ഉണ്ടാകുന്നത് കൊണ്ട് ഒരാൾ വീക്ക് ആയതുകൊണ്ട് അയാള് എന്തോ പറയുന്നത്, അയാളുടെ അപ്പോസ്തോലികത പ്രശ്നമുള്ളതാണ് എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. മറിച്ച് കഷ്ടത എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ കഷ്ടതയിൽ പങ്കാളികളാകുകയാണ്. ക്രിസ്തു തന്നെയാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത് എന്നുള്ളതാണ് അവിടെ ആ ബെനഡിക്ഷനിൽ 3 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴൊക്കെ ഇനി അതിന്റെ ഇച്ചിരി കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് 8 തൊട്ട് 11 വരെയുള്ളത് അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്. ബെനഡിക്ഷന്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്. എന്ന് പറഞ്ഞാല് ആദ്യം പൊതുവെ കഷ്ടതകളെ പറ്റി പറഞ്ഞു, കഷ്ടതകളിൽ ആശ്വസിപ്പിക്കുന്ന ദൈവത്തെ പറ്റി പറഞ്ഞു. എന്നിട്ട് 8 തുടങ്ങുമ്പോൾ പൗലോസ്ലീഹ തന്റെ പർട്ടിക്കുലർ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കഷ്ടതയെ പറ്റി പറയുകയാണ്. സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടത നിങ്ങൾക്ക് അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കും എന്ന് ഞാൻ അവനിൽ ആശ വച്ചിരിക്കുന്നു. അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ട്. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾക്ക് വേണ്ടി സ്തോത്രം ഉണ്ടാകാൻ ഇടവരും. അവിടെയാണ് ബെനഡിക്ഷൻ തീരുന്നത്. അവസാനം വീണ്ടും ആ സ്തോത്രം ചെയ്തുകൊണ്ടാണ് നിർത്തുന്നത്. അന്നേരം ഒരു പൗലോസ്ലീഹ കഷ്ടതകളുടെ ഒരു ക്രിസ്തീയ ഒരു അർത്ഥം പറഞ്ഞതിന് ശേഷം പൗലോസ്ലീഹയുടെ തന്നെ ഒരു കഷ്ടതയെ പറ്റി പറയുക. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്തുവാണ് ആ കഷ്ടതയെന്ന് നമുക്കത് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ ആസിയയിൽ എന്ന് പറയുന്ന എഫെസോസിൽ വെച്ചുണ്ടായ ഏതെങ്കിലും ഒരു പ്രശ്നമായിരിക്കാം എന്നുള്ളതാണ്. എഫെസോസിൽ വെച്ചുണ്ടായ 1-2 കാര്യങ്ങളുണ്ട്. ഈ 1-ാം കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. 15-നകത്താണ്. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷ്യം എന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ എന്ന് പറയാം. അതായത് മൃഗയുദ്ധം എന്ന് പറഞ്ഞാൽ ഈ അരീനകളില് റോമൻ എംപയറിന്റെ സ്ഥലത്ത് ഈ മനുഷ്യനും മൃഗവുമായിട്ട് യുദ്ധം ചെയ്യുന്നതും അത് കണ്ടുകൊണ്ടിരിക്കാനും ഒക്കെ ഉള്ള അതൊരു എന്റർടൈൻമെന്റ് ആയിരുന്നില്ല. അങ്ങനെ ഒരുപക്ഷെ അങ്ങനെ ഒരു അവസരം പൗലോസിനെ അങ്ങനെ ഒരു കഷ്ടതയിൽ ഉണ്ടായിരുന്നതായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ
എഫേസോസിൽ വെച്ച് തന്നെ ഈ ആസിയ എന്ന് പറയുന്നത് എഫേസോസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോസ്തല പ്രവർത്തികൾ 19-ാം അധ്യായത്തില് എഫേസോസിൽ ഒരു വലിയ ലഹള ഉണ്ടാകുന്നതിനായിട്ട് പറയുന്നുണ്ട്. 23 മുതൽ അർത്തമീസ് ദേവിയുടെ ക്ഷേത്ര രൂപങ്ങളെ തീർക്കുന്ന ഒരു മനുഷ്യൻ ദിമിത്രിയോസ് എന്ന തട്ടാൻ അവിടെ ഒരു ലഹള ഉണ്ടാക്കിയതിനെ പറ്റി, അതായത് കയ്യാൽ തീർക്കുന്ന ഈ അല്ല, ഈ വിഗ്രഹങ്ങളൊന്നും ഒന്നുമല്ല എന്ന് പൗലോസ് പ്രസംഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൗലോസിനെ കൊണ്ടുവന്ന് ഇതിങ്ങനെ വിസ്താരം ചെയ്യുന്നതും അവിടെ ഭയങ്കര ജനക്കൂട്ടം ബഹളം ഉണ്ടാകുകയും പൗലോസിനെ കൊല്ലാനായിട്ടൊക്കെ ഉള്ള ഒരു ശ്രമം നടക്കുന്നതായിട്ട് അവിടെ ഒരു ലഹള ഉണ്ടായതായിട്ട് 19-ാം അപ്പോസ്തല പ്രവർത്തികൾ 19 പറയുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സംഭവമായിരിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെ എന്നിട്ട് അവിടെ പൗലോസ് ഒരു പ്രയോഗം കൂടെ നടത്തുന്നുണ്ട്. ജീവനോടിരിക്കുമോ എന്ന് പോലും സംശയം തോന്നിയ ഒരു നിമിഷമായിരുന്നു അതെന്ന് പറയുന്നുണ്ട്. അത്രയ്ക്ക് ജീവനോടിരിക്കുമോ എന്ന് പോലും സംശയം തോന്നിയ നിമിഷത്തിൽ അതിൽ നിന്ന് പൗലോസ് എന്താ പഠിച്ചത്? 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിക്കാൻ തക്കവണ്ണം. അതൊരു ഇങ്ങനെ ഒരു കഷ്ടത ഉണ്ടായത് മൂലം പൗലോസിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്ന ഡെവലപ്മെന്റ് എന്താന്ന് ചോദിച്ചാൽ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം ഞങ്ങളെ കഷ്ടതകളിൽ നിന്ന് വിടുവിക്കും എന്നൊരു ബോധ്യം പൗലോസിന് വന്നത് ഈ ആസിയയിലുണ്ടായ കഷ്ടാനുഭവങ്ങളിലാണ്. രണ്ട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണ്ടേ. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന വിശേഷണങ്ങൾ, മനസ്സലിവുള്ള പിതാവ്, സർവാശ്വാസം നൽകുന്ന ദൈവം, അതൊക്കെ കണ്ടു. ഇവിടെ എന്തോ പറഞ്ഞേക്കുന്നേ? മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. അത് ദൈവത്തിന്റെ ഒരു പൗലോസ്ലിഹ കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ടൈറ്റിലാണ്. ദ ഗോഡ് വൺ ഹു റൈസ് ഫ്രം ദ ഡെഡ്. ഗോഡ് ഹു റൈസസ് ദ ഡെഡ്. അത് അല്ലെ, അതും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ക്രിസ്തുവിനെ ഉയർപ്പിച്ച ദൈവം. ആ ക്രിസ്തുവിന്റെ ഉയർപ്പിൽ നിന്നാണ് ക്രിസ്തുവിനെ ദൈവം തമ്പുരാൻ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചു എന്ന ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നാണ് ആ ദൈവം ഓരോ ക്രിസ്തുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന ഓരോ മനുഷ്യനെയും അവന്റെ കഷ്ടതകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കും, മരിച്ചവരെ എഴുന്നേൽപ്പിക്കും. അതൊരു വലിയ പ്രത്യാശയാണ്. അന്നേരം ഈ ചുരുക്കം പറഞ്ഞാൽ ഈ ക്രിസ്തുവിന്റെ ഉയർപ്പ് പൗലോസ്ലിഹയുടെ അനുദിന ജീവിതത്തിൽ തിരിച്ചറിയുന്നുണ്ട്. നമ്മളും ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് അതൊരു സിംഗിൾ യുണീക്ക് ഇവന്റ് അല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുദിനം വരുന്ന ഒരു ഇവന്റ് ആണ്, അല്ലെ? നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ, സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നമ്മളൊക്കെ അഫ്ലിക്ഷനും സഫറിങ്ങും ഒക്കെ ഉണ്ടാകും. നമ്മളും ഒക്കെ ജീവനോടിരിക്കുമോ എന്ന സംശയവും പേടിയും ഒക്കെ നമ്മുടെ മനസ്സിലും ഉണ്ടാകും. പക്ഷെ നമ്മുടെയൊക്കെ ഹോപ്പ് എവിടെയാണ്? ഹോപ്പ് ഇൻ ദ ഗോഡ് ഹു റൈസസ് ദ ഡെഡ്. അതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. അന്നേരം ദൈവം എന്ന് പറയുന്നത് ജീവനോട്ടിരിക്കുന്നവരെ സംരക്ഷിക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ് എന്നുള്ളത്. അതൊരു ഒരു സങ്കല്പം പഴയ നിയമത്തിൽ, അല്ലെങ്കിൽ യഹൂദന്മാരുടെ മതവിശ്വാസത്തിൽ, അവരുടെ പ്രാർത്ഥനകളിലും ഒക്കെ ഉള്ള ഒരു സംഗതിയാണ്. പക്ഷെ അത് പൗലോസ്ലിഹായ്ക്ക് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പുമായിട്ട് ചേർത്ത് പറയുമ്പോൾ അതിലൂടെ പേഴ്സണലും കോൺക്രീറ്റും ആയിട്ട് അത് പറയാനായിട്ട് കഴിയും. അന്നേരം അങ്ങനെയാണ് ഫസ്റ്റ് പാർട്ട്, ഓപ്പണിംഗ് ഓഫ് ദി ലെറ്റർ, അവസാനിക്കുന്നത്. 1 തൊട്ട് 11 വരെയുള്ള ഭാഗങ്ങള്, 11 വരെയുള്ള ഭാഗത്തിന്റെ ഒരു ക്ലോസ് റീഡിങ് അതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മള് ലെറ്ററിന്റെ ബോഡിയിലേക്ക് വരികയാണ്. 12 മുതൽ അങ്ങോട്ട് തുടങ്ങുമ്പോൾ 12 മുതൽ 14 വരെ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പാരഗ്രാഫ്. അതൊരു ട്രാൻസിഷണൽ പാരഗ്രാഫുമാണ്. അതേ സമയത്ത് അത് തീമിന്റെ ഒരു ഇൻട്രൊഡക്ഷനുമാണ്. ഓക്കെ, അത്
അവിടെയും ചില പ്രത്യേക വാക്കുകളുടെ ഒരു ഉപയോഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതൊന്ന് വായിക്കും. ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ നിങ്ങളോട് ജഡജ്ഞാനത്തിലല്ല ദൈവകൃപയിലത്രേ ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നുവെന്ന് ഞങ്ങളുടെ മനസാക്ഷിയുടെ സാക്ഷ്യം തന്നെ ഞങ്ങൾക്ക് പ്രശംസ. അതിന്റെ ഇംഗ്ലീഷ് കൂടെ ഒന്ന് വായിക്കാം. Indeed, this is our boast, the testimony of our conscience. We have behaved in the world with frankness and godly sincerity, not by earthly wisdom, but by the grace of God, and all the more toward you. അതായത് പൗലോസ്ലീഹ നമ്മൾ മുമ്പേ പറഞ്ഞ ആ വിഷയങ്ങളിലേക്ക് വരികയാണ്. അപ്പോസ്തല അധികാരം, എന്തുകൊണ്ടാണ് പൗലോസ് ആകുന്ന എന്നെ നിങ്ങൾ വിശ്വസിക്കേണ്ടത് എന്നൊക്കെ അങ്ങോട്ട് പറയാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് എന്റെ അപ്പോസ്തല അധികാരത്തിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടത് എന്നുള്ള വിഷയത്തിലേക്ക് വരികയാണ്. ആ വിഷയം പ്രസന്റ് ചെയ്യുമ്പോൾ അവിടെ പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ പെരുമാറിയത് ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലുമാണ്. അതെങ്ങനെയാണ് അതിന്റെ സാക്ഷ്യം? അത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ മനസാക്ഷിയാണ് അതിനെനിക്ക് സാക്ഷ്യം നൽകുന്നത്. ഇനി എവിടുന്ന് ആ വിശുദ്ധിയും നിർമ്മലതയും കിട്ടിയെന്ന് ചോദിച്ചാൽ, അത് ജഡത്തിന്റെ ജ്ഞാനത്തിൽ നിന്നല്ല, ദൈവകൃപയാൽ അത്രേ അത് കിട്ടിയത്. അതുകൊണ്ട് ദൈവകൃപയാൽ വിശുദ്ധിയോടും നിർമ്മലതയോടും കൂടെ ഞാൻ നിങ്ങളുടെ ഇടയിൽ പെരുമാറി എന്നുള്ളത് എന്റെ മനസാക്ഷി എനിക്ക് തരുന്ന സർട്ടിഫിക്കറ്റ് ആണ്. അതാണ് എന്റെ പ്രശംസ, ഞങ്ങളുടെ പ്രശംസ എന്നാണ് ഞാൻ അവിടെ പ്ലൂറലാണ് പറഞ്ഞേക്കുന്നത്. അന്നേരം അതൊന്ന് റീഫ്രൈസ് ചെയ്താൽ അതിന്റെ ആ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാകും. അതായത് നിങ്ങളുടെ ഇടയിൽ ഞാൻ വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറി. ആ വിശുദ്ധിയും നിർമ്മലതയും എനിക്ക് തന്നത് ദൈവമാണ്. ദൈവം തന്റെ കൃപയിലാണ്, അല്ലാതെ ജഡത്തിന്റെ ജ്ഞാനത്തിലല്ല. അതാണ് നിങ്ങളുടെ ഇടയിൽ എനിക്കുള്ള പ്രശംസ എന്ന് പറയുന്നത്. അതാണ് ആ വാക്യം നമ്മൾ ഒന്ന് പിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതിനകത്ത് അവിടെ ഈ 12 തൊട്ട് 14 വരെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ വേഡ് പ്ലേ എന്ന് പറയുന്നത് പൗലോസ്ലീഹായുടെ ഒരു എഴുത്തിന്റെ ഒരു പ്രത്യേക ശൈലിയാണ്. മുമ്പേ അവിടെ അഫ്ലിക്ഷനും ഈ വേഡ് പ്ലേ നമുക്ക് കൃത്യമായിട്ട് ആ പ്ലേ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇത് ഗ്രീക്ക് ടെക്സ്റ്റിൽ അത് മനസ്സിലാക്കണം. കാരണം ഈ ഗ്രീക്ക് ടെക്സ്റ്റിലാകുമ്പം ആ വാക്കുകളുടെ തുടക്കം എല്ലാം ഒരേപോലെ ഇരിക്കും, എൻഡിങ്ങിലായിരിക്കും വ്യത്യാസം. അർത്ഥം മാറുന്നത് ആ എൻഡിങ് മാറുമ്പോഴാണ് അർത്ഥം മാറുന്നത്. അന്നേരം അങ്ങനെയുള്ള ഒരു വേർഡ് പ്ലേ ഇവിടെ ഉണ്ട്. അത് പ്രശംസ എന്നുള്ള വാക്കാണ്. അത് തുടങ്ങുന്നിടത്തും അവസാനിക്കുന്നിടത്തും അതുണ്ട്. ഈ പൗലോസ്ലീഹ പ്രശംസ എന്ന് പറയുന്നത് പൗലോസ്ലീഹയുടെ ഒരു പ്രത്യേക ഒരു തോട്ട് കൂടെയാണ്. ആരും എന്തിനെങ്കിലും ഞാൻ പ്രശംസിക്കുന്നെങ്കിൽ അത് എന്റെ ബലഹീനതയിലാണ് ഞാൻ പ്രശംസിക്കേണ്ടത്, അല്ലെ? അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കുരിശിലാണ് എന്റെ പ്രശംസ, ഗലാത്യ ലേഖനത്തില് പറയുന്നതാണ്. അല്ലെങ്കിൽ ബലഹീനതയിൽ പ്രശംസിക്കുന്നതിനെ പറ്റി പറയുന്നത് ഒന്ന് കൊരിന്ത്യ ലേഖനത്തിലാണ് പറയുന്നത്. 1 കൊരിന്ത്യ ലേഖനത്തിലാണ്. ഇവിടെയുണ്ട്, 2 കൊരിന്ത്യ ലേഖനത്തിലും ഉണ്ടെന്ന് തോന്നുന്നു. അന്നേരം നമുക്കറിയാം പ്രശംസ എന്ന് പറയുന്നത് എപ്പോഴും നല്ല കാര്യത്തെ പറ്റിയാണ് പ്രശംസിക്കേണ്ടത്. അന്നേരം പൗലോസ്ലീഹായ്ക്ക് അത് അങ്ങനെയല്ല. പൗലോസ്ലീഹായ്ക്ക് കഷ്ടതകളിൽ പ്രശംസിക്കുക, അല്ലെങ്കിൽ തന്റെ ബലഹീനതയിൽ പ്രശംസിക്കുക എന്നൊക്കെയുള്ളതാണ് പൗലോസ്ലീഹായുടെ ഒരു രീതി എന്ന് പറയുന്നത്. അത് സുവിശേഷത്തിന്റെ ഒരു കൗണ്ടർ മോഡലിനെ പറ്റി കൂടെയാണ് പറയുന്നത്. അന്നേരം ഇവിടെ കൊരിന്ത്യ സഭയെ പറ്റി പൗലോസിന് പ്രശംസയുണ്ട്. എന്തുകൊണ്ടെന്നാണ് ചോദിച്ചാൽ, അവരുടെ ഇടയിൽ പൗലോസ് പെരുമാറിയത് സിൻസിയർ ആയിട്ടും ഹോളി ആയിട്ടുമാണ്, വിശുദ്ധിയായിട്ടുമാണ്. ഹോളി എന്നുള്ള വാക്ക് ചില ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുമ്പോൾ സ്ട്രെയിറ്റ് മൈൻഡഡ് എന്നൊക്കെയാ, അല്ലെങ്കിൽ സിംഗിൾ ഹാർട്ടഡ് ഡിവോഷൻ
ആൻഡ് സിൻസിയറിറ്റി എന്നാണ് പൊതുവെ വേറെ പല തർജ്ജമകളിലും നമ്മൾ വായിക്കാനായിട്ട് പറ്റുന്നത്. അതായത് അത് അത് ലോകത്തിന്റെ ജ്ഞാനത്തിൽ നിന്നല്ല, ദൈവം തന്ന ദൈവകൃപയുടെ ജ്ഞാനത്തിലാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ പെരുമാറിയത്. അത് അതിന് എന്റെ മനസാക്ഷിയാണ് അതിന്റെ അതിന്റെ സാക്ഷി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത്. അന്നേരം പൗലോസ്ലീഹ ഈ അവരുടെ ഇടയിൽ ഐ വാസ് സിൻസിയർ ആൻഡ് ഐ വാസ് ഹോളി എമംഗ് യു എന്ന് പറഞ്ഞു വെക്കുകയാണ്. അന്നേരം എന്തുകൊണ്ട് എന്നെ വിശ്വസിക്കണം എന്നുള്ളതാണ് പറഞ്ഞു തുടങ്ങുന്നത്. അന്നേരം ഞാൻ നിങ്ങളുടെ ഇടയിൽ വിശുദ്ധിയോടുകൂടിയും നിർമ്മലതയോടെയാണ് പെരുമാറിയത്. എന്നിട്ട് അതിന്റെ അടുത്ത വാക്യത്തില് പൗലോസ്ലീഹയുടെ എഴുതുന്നതിനെ പറ്റിയാ പറയുന്നത്. അതായത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് എഴുതുന്നത്, അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാകും എന്ന് പറയുകയാണ്. നിങ്ങൾ വായിക്കുന്നതും ഗ്രഹിക്കുന്നതും അല്ലാതെ മറ്റൊന്നും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നില്ല. നമ്മുടെ കർത്താവായ യേശുവിന്റെ നാളിൽ നിങ്ങൾ ഞങ്ങൾക്ക് എന്നതുപോലെ ഞങ്ങൾ നിങ്ങൾക്കും പ്രശംസയാകുന്നു എന്ന് ഞങ്ങളെ ഏറെക്കുറെ ഗ്രഹിച്ചതുപോലെ അവസാനത്തോളം ഗ്രഹിക്കും എന്ന് ഞാൻ ആശിക്കുന്നു. ഇത് പറയാൻ ഒരു കാരണമുണ്ട്. 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് നോക്കിയാലേ, അവന്റെ ലേഖനങ്ങൾ കനവും ഊറ്റവും ഉള്ളയവും തന്നെ, ശരീരസന്നിധിയോ ബലഹീനോ വാക്കും നിന്ദ്യവും അത്ര എന്ന് ചിലർ പറയുന്നുണ്ട്. ഇത് കൊരിന്ത്യ സഭയിൽ പൗലോസ്ലീഹായ്ക്കെതിരെ ഉണ്ടായിരുന്ന ഒരു ആരോപണം. പൗലോസിനെ പറ്റിയുള്ള ഒരു ആരോപണം, അവൻ എഴുതുമ്പോൾ ഭയങ്കര ഭാഷയുണ്ട്, ഭയങ്കര കനമുണ്ട്, ഭയങ്കര ഊറ്റമുള്ള ലേഖനങ്ങളാ. പക്ഷേ ശരീരപ്രകാരം അവൻ ഭയങ്കര വീക്കാണ്, അല്ലെ? ശരീരസന്നിധിയിൽ ബലഹീനവും നിന്ദ്യവും, അവന്റെ ബലഹീനവും വാക്ക് നിന്ദ്യവും അത്രയെന്ന്. ഇത് പൗലോസിന്റെ പുറകെ വന്നവര് പൗലോസിനെ പറ്റി പറഞ്ഞ ഒരു ആരോപണം. ഇവൻ പറയുന്ന ഈ എഴുത്തിന്റെ സൗന്ദര്യമൊക്കെ ഉള്ളൂ, അല്ലാതെ ഇവന്റെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫും ഇല്ലെങ്കിൽ ഇവന്റെ അത് വളരെ വീക്ക്നെസ് ഉള്ളതാണ് എന്നുള്ള രീതിയിലാണ് അവരുടെ ആരോപണം വന്നത്. അന്നേരം പൗലോസ്ലീഹ അതിന് മറുപടിയായിട്ട് കൊടുക്കുകയാണ്, നിങ്ങൾ വായിക്കുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് പൗലോസായ എന്നെ നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് അവിടെ പറയുന്നത്. അത് നിങ്ങളെ ഇപ്പൊ അത് കുറച്ച് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ അവസാനത്തോളം കൂടുതൽ ഗ്രഹിക്കും എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ആ അവസാനത്തോളം എന്നുള്ളത് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് എന്നുള്ള ഒരു രീതിയിലാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അന്നേരം ഈ ഇവിടെ ഇത് പലപ്പോഴും ഈ മിനിസ്ട്രിയിൽ ഉണ്ടാകുന്ന ഒരു ആരോപണമാണ് ഈ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധം ഇല്ല എന്നുള്ള ഒരു ആരോപണം. അതല്ലേ, അത് പലപ്പോഴും ഈ ഒരുപാട് പ്രസംഗിക്കുന്നവർക്ക് അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് അവർക്ക് ബന്ധമില്ല. അത് തന്നെയാണ് പൗലോസ് നേരിട്ട ഒരു ആരോപണം എന്ന് പറയുന്നത്. അതിനെയാണ് പൗലോസ് അഡ്രസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ ഇടയിൽ വിശുദ്ധിയോടുകൂടെയാണ് പെരുമാറിയതെന്ന് എന്റെ മനസാക്ഷി എനിക്ക് സാക്ഷ്യമാണ്. അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് എഴുതിയത്, അത് നിങ്ങൾക്ക് മനസ്സിലാകും. അന്നേരം പൗലോസ്ലീഹ പറയുന്നത്, എങ്ങനെയാണോ ഞാൻ നിങ്ങളോട് പെരുമാറിയത് അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് എഴുതുന്നത്. അതുകൊണ്ട് അത് തമ്മിൽ എന്റെ വാക്കും എന്റെ എഴുത്തും എന്റെ സ്വഭാവവും നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇത് വെളിപ്പെട്ടിരിക്കുന്നു. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇനി നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാകും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ നിങ്ങളോട് എഴുതാൻ പോകുന്നത്. നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എഴുതാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മളറിയാം, ഇത് ഈ ഒരു തീത്തോസ് വന്ന് പൗലോസ്ലീഹായോട് പറയുന്നുണ്ട്, ആ ഒരു ഹാർഷ് ലെറ്ററിന്റെ കാര്യം പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, ഹാർഷ് ലെറ്റർ എഴുതിയതിനു ശേഷം അവരിൽ കുറച്ചു പേരൊക്കെ മാനസാന്തരപ്പെട്ടു എന്നൊരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലും ചിലരൊക്കെ അവിടെ മാനസാന്തരപ്പെടാൻ ഇനിയും ഉണ്ട്. അതാണ് പറയുന്നത്, ഇൻ ഫ്യൂച്ചർ യു വിൽ അണ്ടർസ്റ്റാൻഡ് മോർ. നിങ്ങൾ അവസാനത്തോളം കൂടുതൽ മനസ്സിലാക്കാനായിട്ടുണ്ട്. അന്നേരം അത് പല രീതിയിലാ, പല ലെയറിലാ അത് പറയുന്നത്. ഒന്ന്, ഈ ഒരു റെക്കൺസിലിയേഷനെ പറ്റിയും റിപ്പന്റൻസിനെ പറ്റിയുള്ള ഒരു കാര്യമുണ്ട്. രണ്ട്, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അഫ്ലിക്ഷനും ഗോസ്പലും തമ്മിലുള്ള ബന്ധമുണ്ട്. അത് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനിരിക്കുന്നേ ഉള്ളൂ എന്നൊക്കെയുള്ള രീതിയിലാണ് അവിടെ പൗലോസ് പറയുന്നത്.
അന്നേരം അഹ് അതാണ് ടീമിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഞാൻ നിങ്ങളുടെ ഇടയിൽ വിശുദ്ധിയോട് കൂടിയാണ് പെരുമാറിയത്, നിർമ്മലതയോട് കൂടിയാണ് പെരുമാറിയത്, സിംഗിൾ ഹാർട്ടഡ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് എന്റെ എഴുത്തുകളും നിങ്ങളുടെ ഇടയിൽ. അതും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അത് അത് നിങ്ങൾക്ക് മനസ്സിലാകും. കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യും. ഇതൊരു ഡിഫെൻഡിങ് ഹിസ് ഹാർഷ് ലെറ്റർ. അതാ ഇപ്പൊ ഈ ലെറ്റർ എഴുതാനുള്ള ഒരു കാരണം അതാണല്ലോ. എന്തിനാ പൗലോസ് ഹാർഷ് ലെറ്റർ എഴുതി ഞങ്ങളെ എല്ലാം വിഷമിപ്പിച്ചത് എന്നൊരു ചോദ്യം അവിടെ കിടപ്പുണ്ട്. അന്നേരം ഈ ഹാർഷ് ലെറ്റർ എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്തുമാത്രം നിങ്ങളുടെ ഇടയിൽ നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടെയാണ് ഇടപെട്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് എഴുതിയത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് 15 തൊട്ട് 24 വരെയുള്ള ഭാഗം ഈ പൗലോസ്ലീഹായുടെ ഒരു വീണ്ടും പേഴ്സണൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ് അവിടെ വരുന്നത്. അതായത് ഈ കൊരിന്ത്യ സഭയിൽ ഉണ്ടായ പ്രശ്നത്തിന്റെ വേറൊരു അടിസ്ഥാന കാരണം. അതായത് പൗലോസ്ലീഹ കൊരിന്ത്യ സഭയില് ഞാൻ ഇനിയും വരാമെന്ന് പറഞ്ഞു, നിങ്ങളെ ഞാൻ ഇനിയും വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ആ വിസിറ്റിങ് നടന്നില്ല. ആ വിസിറ്റിങ് നടക്കാതെ വന്നപ്പോ ഈ പൗലോസ്ലീഹായ്ക്ക് എതിരായിട്ടുള്ളവർ പറഞ്ഞു, അവനെ നിങ്ങളെ വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് അവൻ നിങ്ങളെ വിസിറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവൻ വാക്കിനെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് എന്നൊരു വർത്തമാനം കൊരിന്ത്യ സഭയിൽ പറഞ്ഞു. അന്നേരം ആ കോണ്ടെക്സ്റ്റ് പൗലോസ്ലീഹ എടുത്തിട്ട് അതങ്ങോട്ട് വിശദീകരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ അടുക്ക വരാമെന്ന് പറഞ്ഞു, പക്ഷെ വരാൻ പറ്റിയില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കുകയാണ് ഈ 15 മുതൽ 24 വരെയുള്ള ഭാഗം. 24 വരെയുള്ള ഭാഗം. അതിനകത്ത് തന്നെ 2 പാർട്ടുണ്ട്. അതായത് ഈ പൗലോസ്ലീഹ ആദ്യം ഞാനിങ്ങനെ ഇങ്ങനെ നിങ്ങൾ ഉറച്ചിട്ട് നിങ്ങൾക്ക് രണ്ടാമതൊരു അനുഗ്രഹം ഉണ്ടാകണമെന്ന് വെച്ച് നിങ്ങളുടെ അടുക്കൽ വരുവാനും ആ വഴിയായി മക്കെദോന്യയ്ക്ക് പോയി പിന്നെയും മക്കെദോന്യയിൽ നിന്ന് നിങ്ങളുടെ അടുക്കിലേക്ക് വരുവാനും നിങ്ങളാൽ യഹൂദ്യയിലേക്ക് യാത്ര അയക്കപ്പെടുവാനും ഞാൻ വിചാരിച്ചിരുന്നു. അതായത് പൗലോസ്ലീഹ തന്റെ ഒരു ട്രാവൽ പ്ലാൻ പറയുക അവിടെ. വേറൊരു ട്രാവൽ പ്ലാൻ ഫസ്റ്റ് ലെറ്ററിനകത്ത് പറയുന്നുണ്ട്. 16:3 പറയുന്നത് അല്ലെ? 1 കൊരിന്ത്യർ 16 ഞാൻ മക്കെദോന്യയിൽ കൂടി കടന്ന ശേഷം നിങ്ങളുടെ അടുക്കൽ വരും. മക്കെദോന്യയിൽ കൂടി ആകുന്നുവെങ്കിൽ ഞാൻ വരുന്നത്, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾ എന്നെ യാത്രയയപ്പാൻ തക്കവണ്ണം നിങ്ങളോടുകൂടെ പാർക്കും, ഹിമകാലം കൂടെ കഴിയുമായിരിക്കും. കർത്താവ് അനുവദിച്ചാൽ കുറെ കാലം നിങ്ങളോടുകൂടെ പാർക്കുവാൻ ആശിക്കുന്നത് കൊണ്ട് ഞാൻ ഈ പ്രാവശ്യം കടന്നു പോകുന്ന വഴിയിലല്ല നിങ്ങളെ കാണുവാൻ ഇച്ഛിക്കുന്നു. അതായത് 1 കൊരിന്ത്യ ലേഖനം അവസാനിക്കാൻ നേരത്ത് ഒരു ട്രാവൽ പ്ലാൻ പറഞ്ഞുകൊണ്ടാണ് പോള് ലെറ്റർ അവസാനിപ്പിക്കുന്നത്. ആ ട്രാവൽ പ്ലാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനത് മാപ്പും കൂടെ വെച്ചുകൊണ്ട് പറയാം. പൗലോസ്ലീഹ എഫേസോസിൽ ഇരുന്നു കൊണ്ടാണ്, സ്മിർന, സർദീസ്, ഈ ഏഷ്യ ഈ പാർട്ടിൽ ഇരുന്നു കൊണ്ടാണ് ഈ ലെറ്റർ രണ്ടും എഴുതുന്നത്. അന്നേരം 1 കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാം. വരുന്ന ഏത് വഴിക്കാ വരുന്നേ? ഞാൻ ഈ കരമാർഗം വന്നിട്ട് മാസിഡോണിയ എന്ന് പറയുന്നത് ഈ ഫിലിപ്പിയും തെസലോനിക്കയും ചേർന്ന് വരുന്ന ഭാഗമാണ്. ഫിലിപ്പിയിലെ സഭയും തെസലോനിക്കയിലെ സഭയും ആദ്യത്തെ സഭകളാണ്. അവിടെ വന്നിട്ട് അവിടുന്ന് നിങ്ങളുടെ അടുക്കിലേക്ക് വരാം. കരമാർഗം ആദ്യം നോർത്തിലേക്ക് പോയിട്ട് പിന്നെ സൗത്തിലേക്ക് വന്ന് കൊരിന്ത്യ സഭയിൽ വന്നിട്ട് അവിടുന്ന് നിങ്ങളുടെ കളക്ഷനും ഒക്കെ എടുത്തിട്ട് തിരിച്ച് ഞാൻ ഇങ്ങനെ പോരാം എന്നാണ് അവിടെ. എന്ന് മാത്രമല്ല, അവിടെ വന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ദീർഘനാൾ കഴിയാമെന്നാ പറയുന്നത്. ഹിമകാലം മുഴുവൻ, മലയാളത്തില് ഓൾ ദ വിന്റർ ഐ വിൽ സ്റ്റേ വിത്ത് യു എന്നുള്ളതാണ്. അന്നേരം കൊരിന്ത്യ സഭയിലെ അംഗങ്ങള് പ്രതീക്ഷിച്ചിരിക്കുന്നത് വീണ്ടും പൗലോസ്ലീഹ വന്ന് ഞങ്ങളോട് കൂടെ ഒരു വിന്റർ കാലമെങ്കിലും കുറഞ്ഞത് കഴിയും, ദീർഘനാള് നിങ്ങളോട് കഴിയണം എന്നാണ് എന്റെ ആഗ്രഹം എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട് അവിടെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഈ വിന്ററിൽ യാത്ര നടക്കത്തില്ല, അതുകൊണ്ട്
ഫോളില് ഒക്കെ ഇയർലി ഫോളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വിന്റർ ഒക്കെ കഴിഞ്ഞിട്ട് സ്പ്രിംഗ് തുടങ്ങുമ്പോഴാണ് യാത്ര തുടങ്ങുന്നത്. അങ്ങനെയാണ് തിരിച്ചു പോകുന്നത്. അതായിരുന്നു ആദ്യത്തെ പ്ലാൻ. രണ്ടാമതൊരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ നമ്മൾ പറയുന്നു. 15-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ പറയുന്നുണ്ട്. ആഹ് അവിടെ രണ്ടാമത്തെ പ്ലാൻ അവിടെ പറയുമ്പോൾ പൗലോസ്ലീഹ ഫസ്റ്റ് പ്ലാൻ അല്ല പറയുന്നത്. ഞാന് ഏഷ്യയിൽ നിന്ന് നിങ്ങളുടെ അടുക്ക വരാം, എഫേസോസിൽ നിന്ന് നിങ്ങളുടെ അടുക്ക വരാം എന്ന് പറഞ്ഞാൽ കടല് ക്രോസ് ചെയ്ത് നിങ്ങളുടെ അടുക്കൽ വരാം. എന്നിട്ട് ഞാൻ മക്കതോന്യയിൽ പോകാം, മാസിഡോണിയയിൽ പോകാം. മക്കതോന്യയിൽ പോയിട്ട് ഞാൻ വീണ്ടും തിരിച്ച് നിങ്ങളുടെ അടുക്ക വരാം. എന്നിട്ട് നിങ്ങളുടെ അടുക്കൽ നിന്ന് ഞാൻ കളക്ഷനും വാങ്ങിച്ചുകൊണ്ട് ഞാൻ യഹൂദിയയിലേക്ക് പൊക്കൊള്ളാം എന്നാണ് രണ്ടാമത്തെ പ്ലാൻ. നിങ്ങളുടെ അടുക്കൽ വരുവാനും ആ വഴിയായി മക്കതോന്യയ്ക്ക് പോയി പിന്നെ മക്കതോന്യയിൽ നിന്ന് നിങ്ങളുടെ അടുക്കൽ വരുവാനും നിങ്ങളാൽ യഹൂദിയയിലേക്ക് യാത്ര അയക്കുവാനും ഞാൻ വിചാരിച്ചിരുന്നു. ഈ രണ്ട് ട്രാവൽ പ്ലാൻ പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഇൻ റിയാലിറ്റി ഈ രണ്ട് പ്ലാനും നടന്നില്ല. ഈ രണ്ട് പ്ലാനും നടന്നില്ല എന്ന് മാത്രമല്ല, ഈ പൗലോസ്ലീഹ എഫെസോസിൽ നിന്ന് കടൽ വഴിയായിട്ട് കൊരിന്ത്യയിൽ എത്തുകയും ആ കൊരിന്ത്യയിലെ വിസിറ്റ് ഒരു പെയിൻഫുൾ വിസിറ്റ് ആയിട്ട് മാറുകയും ആ പെയിൻഫുൾ വിസിറ്റ് കഴിഞ്ഞിട്ട് പൗലോസ്ലീഹ പെട്ടെന്ന് തന്നെ അവിടുന്ന് എഫേസോസിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തിട്ട് അവിടെ നിന്നിട്ട് എഫേസോസിൽ ചെന്നിട്ട് ഈ ഹാർഷ് ലെറ്റർ എഴുതി കൊരിന്ത്യ സഭയിലേക്ക് കൊടുത്തു വിട്ടു. ഇതാണ് റിയലി സംഭവിച്ചത്. അപ്പോ ഇത്രയും സംഭവിച്ചപ്പോഴത്തേക്ക് കൊരിന്ത്യ സഭയിൽ പൗലോസിന്റെ ശത്രുക്കളായിട്ടുള്ളവരെല്ലാരും കൂടെ പൗലോസിനെതിരെ എഴുന്നേറ്റു. അവൻ നിങ്ങളോട് പറഞ്ഞ എന്താ? വീണ്ടും നിങ്ങളുടെ അടുക്ക വരാന്ന് പറഞ്ഞിട്ടാ പോയത്, പക്ഷെ നിങ്ങളുടെ അടുക്ക വന്നില്ല. അപ്പോ ഹി ഹാസ് നോ വേർഡ്സ് അല്ലേ? അവന്റെ വാക്കിന് വിശ്വസ്തതയില്ല, ഇല്ലെങ്കിൽ അവൻ ചാഞ്ചല്യമുള്ളവനാണ് എന്നൊരു ആരോപണം അവിടെ ഉണ്ടായി. അതാണ് ഈ ലേഖനം എഴുതുന്നതിന്റെ പിന്നിലെ ഒരു റീസൺ. അതാണ്. പിന്നെ ആ ഒരു ഹാർഷായിട്ടുള്ള ലെറ്റർ എഴുതുകയും ചെയ്തു. അതിനെയാണ് പൗലോസ്ലീഹ ഇവിടെ അഡ്രസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് പൗലോസ്ലീഹ എന്നിട്ട് രണ്ട് ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ എന്റെ വാക്ക് ഉവ്വ് ഇല്ല എന്നും ഇല്ല ഇല്ല എന്നും ആകുവാൻ തക്കവണ്ണം എന്റെ നിരൂപണം ജഡീക നിരൂപണമോ? നിങ്ങളാൽ ഇങ്ങനെ വിചാരിച്ചതിൽ ഞാൻ ചാബല്യം കാണിച്ചുവോ? അത് എന്ന് പറഞ്ഞാൽ ആ ചോദ്യം ചോദിക്കുന്നതിന്റെ അർത്ഥം ഒരിക്കലും കാണിച്ചിട്ടില്ല എന്ന് വായിക്കുന്നവർ ഉത്തരം കൊടുക്കണം. അതൊരു റിട്ടോറിക്കൽ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ? നമ്മൾ പറയും ആർക്കറിയാം എന്ന് പറഞ്ഞാൽ ആർക്കും അറിഞ്ഞൂടാ എന്നതിന്റെ ഉത്തരം. അതായത് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതുപോലെ റിട്ടോറിക്കൽ ആയിട്ടുള്ള ചോദ്യം. ഞാൻ അങ്ങനെ ശരിയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ രണ്ടാമത് വരാമെന്ന് വിചാരിച്ചു, പക്ഷെ നിങ്ങളുടെ അടുക്കൽ രണ്ടാമത് വരാൻ പറ്റിയില്ല. അതിന്റെ അർത്ഥം എന്റെ വാക്കിന് വിലയില്ല എന്നുള്ളതാണോ? അതാണ് പൗലോസ്ലീഹ ചോദിക്കുന്നത്. അത് ചോദിച്ചതിന് ശേഷം 19 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങള് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതിനല്ല ഉത്തരം കൊടുക്കുന്നത്. ശരിയാണ്, നിങ്ങളുടെ അടുക്ക വന്നിട്ടില്ല. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളോട് വിശ്വസ്തനായിട്ടിരുന്നു. എന്തുപോലെ വിശ്വസ്തനായിട്ടിരുന്നു? ദൈവം ക്രിസ്തുവിനോട് എങ്ങനെ വിശ്വസ്തനായിട്ടിരുന്നു, അതേപോലെ ഞാൻ നിങ്ങളോട് വിശ്വസ്തനായിട്ടിരുന്നു. അതാണ് അവിടെ പറയുന്നത്. പൗലോസ്ലീഹയ്ക്ക് കൊടുക്കാനുള്ള ഉത്തരം അത്രയേ ഉള്ളൂ. യാത്രയുടെ പ്ലാൻ നടന്നില്ല, പക്ഷെ അതിന്റെ അർത്ഥം ഞാൻ വിശ്വാസമില്ലാത്ത ട്രസ്റ്റ്ഫുൾ അല്ല എന്നോ അല്ലെങ്കിൽ ഞാൻ ചാബല്യമുള്ളവനെന്നോ ഒന്നും അല്ല. എന്റെ വിശ്വാസം എന്ന് പറയുന്നത് പിതാവാം ദൈവം ക്രിസ്തു തന്റെ പുത്രന് കൊടുത്ത വിശ്വസ്തതയാണ്. ഇല്ലെങ്കിൽ പുത്രൻ പിതാവിനോട് കാണിച്ച ഒബീഡിയൻസ് ആണ്, ആ അനുസരണമാണ്. അതിൽ കൂടുതലൊന്നും എനിക്ക് വിശ്വസ്തതയെ പറ്റി പറയാനില്ല എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ല. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അന്നേരം ഈ
എന്റെ വിശ്വസ്തത എന്ന് പറയുന്നത് ദൈവം ക്രിസ്തുവിനോട് കാണിച്ച വിശ്വസ്തതയാണ്. അവിടെ ആ മനുഷ്യാവതാരത്തിന്റെ അതാണ് നമ്മൾ മുമ്പേ ആശ്വാസത്തെ പറ്റിയും കഷ്ടതയെ പറ്റിയും പറഞ്ഞല്ലോ. ദൈവം സുവിശേഷത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നവൻ ക്രിസ്തുവിന്റെ കഷ്ടത്തിൽ പങ്കാളികളാവുന്നു. ക്രിസ്തുവിന്റെ കഷ്ടത്തിൽ പങ്കാളികളാകുന്നതിനെ ദൈവം ആശ്വസിപ്പിക്കുന്നു. അന്നേരം അതൊരു ചെയിനാണ്. ആ ചെയിൻ പോലെയാണ് ഇവിടെയും പറയുന്നത്. വിശ്വസ്തത എന്ന് പറയുന്നത് ദൈവം തന്റെ പുത്രനിലുള്ള വിശ്വസ്തതയാണ്. ആ വിശ്വസ്തത തന്നെയാണ് എനിക്ക് നിങ്ങളോടുമുള്ളത്. പിതാവായ ദൈവത്തിന് പുത്രനായ ക്രിസ്തുവിലുള്ള വിശ്വസ്തത എന്താണോ അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടുമുള്ള വിശ്വസ്തത എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ ഈ പിതാവാം ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങളെ പറ്റിയും കൂടെ പറഞ്ഞു വെച്ചുകൊണ്ടാണ് ആ സെഷൻ അവസാനിപ്പിക്കുന്നത്. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്യുന്നതും ദൈവമാണ്. ഉറപ്പ് എന്നുള്ളത് വിശ്വസ്തതയാണല്ലോ ഉറപ്പ് എന്ന് പറയുന്നത്. ആരാ ഉറപ്പിക്കുന്നത്? ദൈവമാണ് ഉറപ്പിക്കുന്നത്. സസ്റ്റൈനിങ് എന്നുള്ളതാണ്. അതുപോലെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും ക്രിസ്തുവിൽ അഭിഷേകം ചെയ്യുന്നതും ദൈവമാണ്. അവിടെ ഒരു വേർഡ് പ്ലേ ഉണ്ട്. അഭിഷേകവും ക്രിസ്തുവും. ക്രിസ്റ്റോസ് എന്ന് പറയുന്നത് അഭിഷിക്തൻ എന്നുള്ളതാണല്ലോ. അഭിഷേകം, അഭിഷിക്തൻ. ദൈവമാണ് നിങ്ങളെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും അഭിഷേകം ചെയ്യുന്നതും. അതായത് ക്രിസ്തുവിനെ അഭിഷേകം ചെയ്യുന്ന ദൈവം തന്നെ നിങ്ങളെ അഭിഷേകം ചെയ്തിരിച്ചിട്ടുണ്ട്, നിങ്ങളെ ഉറപ്പിച്ചിട്ടുമുണ്ട്. ആ ദൈവത്തിൽ ഉറപ്പിച്ചിട്ടുമുണ്ട്. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അതും ആ 4 വാക്കുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ദൈവം എന്തൊക്കെയാണ് ഒരു ക്രിസ്ത്യാനിയിൽ നമ്മളിൽ ചെയ്യുന്നത്? ദൈവം നമ്മളെ ക്രിസ്തുവിൽ ഉറപ്പിക്കും, നമ്മെ അഭിഷേകം ചെയ്യും, നമ്മെ മുദ്രയിടും, ആത്മാവെന്ന അച്ചാരം നമ്മളുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കും. ആ 4 കാര്യങ്ങൾ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. സ്ട്രെങ്തനിങ്, അനോയിന്റിങ്, സെറ്റിംഗ് ദ സീൽ ആൻഡ് ഗിവിംഗ് ദ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. മലയാളത്തിൽ അവിടെ അച്ചാരം എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അത് ഈ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എന്നാണ് ആ പ്രയോഗം. By putting his seal on us and giving us his spirit in our hearts as a first installment. എന്താ ഈ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബാക്കിയുള്ള ഇൻസ്റ്റാൾമെന്റുകൾ കൊടുക്കും എന്നുള്ള ഉറപ്പാണ്. ആത്മാവിന്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി. സീൽ എന്തുവാ? ഒരു പ്രോഡക്റ്റ് നമ്മളുടെ സ്വന്തമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീൽ ചെയ്യുന്നത്, അല്ലേ? ദൈവം നമ്മളെ സീൽ ചെയ്തിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്വന്തമാണെന്ന് കാണിക്കാനുള്ള സീല് അതൊരു കൊമേഴ്സ്യൽ വാക്കുകളാണ്. വ്യാപാരത്തിൽ ഉപയോഗിക്കുന്ന 2 വാക്കുകളാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ മുദ്രയിട്ടിട്ടുണ്ട്, ആത്മാവെന്ന ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് തന്നിട്ടുണ്ട്. ഇത് എപ്പോഴാ ഫിനിഷ് ആവുന്നത്? ഇത് മുഴുവൻ ഡെലിവറി ആകുന്നത് സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റിലെ. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഫ്യൂച്ചർ ഇൻസ്റ്റാൾമെന്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. അത് പൂർത്തിയാവുന്നത് കർത്താവിന്റെ 2ാമത്തെ വരവിലാണ്. അങ്ങനെ അതിനു വേണ്ടി ക്രിസ്തുവിൽ നമ്മെ അഭിഷേകം ചെയ്യുന്നതും ഉറപ്പിക്കുന്നതും ദൈവമാണ്. അതിന് ആ ഉറപ്പാണ് എനിക്ക് നിങ്ങൾക്കും തരാനുള്ളത് എന്നാണ് പൗലോസ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാൻ പറ്റിയില്ല, അത് ശരിയാണ്. പക്ഷെ എനിക്ക് നിങ്ങളോടുള്ള ഉറപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവം തരുന്ന ഈ ഒരു ഉറപ്പാണ്. ദൈവത്തിന്റെ അഭിഷേകം, അല്ലെങ്കിൽ ദൈവം സീൽ ചെയ്തിരിക്കുന്നു, ദൈവം മുദ്രയിട്ടിരിക്കുന്നു. അവൻ ആ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള ആ പ്രാഥമികമായ ആത്മാവ് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ്സ് ഗോയിങ് ടു ബി ഫിൽഡ് ഇൻ ദ ഫ്യൂച്ചർ. ആ ഉറപ്പിന്റെ മുകളിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യണ്ട എന്നുള്ള ഒരു ഭാവത്തിലാണ്
പൗലോസ്ലീഹ അത് പറയുന്നത്. അപ്പം അതാണ് നമ്മള് ഈ ഫസ്റ്റ് അധ്യായത്തിൽ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 22 മുതൽ വീണ്ടും ട്രാവൽ പ്ലാനിലേക്കും ഹാർഷ് ലെറ്ററിലേക്കും അവരെ വിഷമം ഉണ്ടാക്കിയ ലെറ്ററിലേക്കും നമ്മൾ വരും. അത് നമ്മൾ തുടർന്ന് പിന്നെ അടുത്ത ആഴ്ച നമുക്ക് വായിക്കാം. ഇതാണ് നമ്മൾ ഒന്നാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമ്മുടെ ഒരു ക്ലോസ് റീഡിങ്ങിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ഒരു പെട്ടെന്നുള്ള വളരെ സ്പീഡി ആയിട്ടാണ് ഈ കാര്യങ്ങൾ. ഇത് സത്യം പറഞ്ഞാൽ 1 മണിക്കൂർ 7-8 വാക്യങ്ങളെ 1 മണിക്കൂറിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ നടക്കത്തുള്ളൂ. നമ്മൾ ഒരു അധ്യായത്തിന് 1 മണിക്കൂർ എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തുകൊണ്ട് അത് സ്പീഡായിട്ടാണ് പോയത്. എന്നാലും അത് വായിക്കുമ്പോൾ ഇനി നിങ്ങൾ ഈ ഒരു ചെയിൻ ഓഫ് തോട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് വായിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തമായിട്ട് വരും. അപ്പം ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ ഞാനിത് പറഞ്ഞപ്പോ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പറയാം. ഞാൻ തുടക്കത്തിലെ പറഞ്ഞ ഇത് തന്നെ ഈ ലെറ്റർ ഒത്തിരി പേഴ്സണൽ ആണ്. പക്ഷെ ആ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയ്ക്കാണ് ഈ തിയോളജിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും കൂടെ പൗലോസ്ലീഹ കൊടുക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണം ഇപ്പൊ ഈ 12 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ട്രാവൽ പ്ലാൻ മാറിയതിനെ പറ്റിയാ പറയുന്നത്. പക്ഷെ ട്രാവൽ പ്ലാൻ മാറിയത് എവിടെയാ പൗലോസ് കൊണ്ടത് ആങ്കർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ in the faithfulness of God the Father in his Son. അതായത് ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്നെയും നിങ്ങൾക്ക് വിശ്വസിക്കാം എന്ന് പൗലോസ്ലീഹ അവിടെ പറഞ്ഞു വെക്കുകയാണ്. അച്ഛാ, ഈ 2 കൊറിന്ത്യൻസ് തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ ആദ്യത്തെ വാക്യത്തില് സാല്യൂട്ടേഷനില് to the church of God in Corinth and to all God's people throughout Achaia എന്നാണല്ലോ. ഇംഗ്ലീഷിൽ അങ്ങനെയാ. അപ്പം ഇതിനകത്ത് പള്ളി ഒരു കൊരിന്ത്യരിലെ ഒരു പള്ളിക്ക് വേണ്ടി എഴുതിയ അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി എഴുതിയ എഴുത്താണ്. So what he says is it is to the church of God in Corinth. നമ്മള് പക്ഷെ ഇപ്പോഴൊക്കെ ചേർച്ചിന്റെ പേര് ഓരോ സെയിൻസിനാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. സെന്റ് പോൾസ് ചർച്ച്, സെന്റ് സ്റ്റീവൻസ് ചർച്ച്, സെന്റ് തോമസ് ചർച്ച്. സോ വെൻ ഡിഡ് ദാറ്റ് ചേഞ്ച് ഹാപ്പൻ? ആദ്യത്തെ കാലഘട്ടത്തില് സെയിൻസിന്റെ പേര് നമ്മൾ പള്ളികൾക്ക് ചേർക്കത്തില്ലായിരുന്നു ഇൻ ദ ഫസ്റ്റ് ചേർച്ചസ്. എപ്പോ തൊട്ടാണ് നമ്മൾ ഈ ഒരു മാറ്റം വരുത്തിയത്? അല്ലെ, ഇത് ഈ പൗലോസ്ലീഹ ഈ ലോക്കൽ സഭകളെ എല്ലാം, കൊരിന്ത്യ സഭയായാലും റോമ സഭയായാലും ഇപ്പം ഗലാത്യയിലെ സഭയിലെ എല്ലാ സഭയും എക്ലീസിയ ടൂത്തയോ ദൈവത്തിന്റെ സഭ എന്നാണ് വിളിക്കുന്നത്. ലോക്കൽ സഭകളെയാണ് വിളിക്കുന്നത് ദൈവത്തിന്റെ സഭ എന്ന് വിളിക്കുന്നത്. ഈ ദൈവത്തിന്റെ സഭ എന്ന് പറയുമ്പോൾ പിന്നീട് ദൈവത്തിന്റെ സഭ എക്ലീസിയ ടൂത്തയോ എന്നുള്ളത് യൂണിവേഴ്സൽ ചർച്ചിന്റെ ഒരു വേർഡായിട്ട് മാറുന്നുണ്ട്. അത് പൗലോസിൽ തന്നെ അത് മാറ്റം വരുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിനകത്തും കൊലോസ്യ ലേഖനത്തിനകത്തും ദൈവസഭ എന്ന് പറയുമ്പോൾ പൗലോസ് മീൻ ചെയ്യുന്നത് ദ യൂണിവേഴ്സൽ ചർച്ച് എന്നുള്ളതാണ്. മൊത്തം ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചാണ് ദൈവത്തിന്റെ സഭ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഒരു ട്രഡീഷൻ എന്ന് പറയുന്നത് അതൊരു ഈ ലോക്കൽ ചർച്ചുകളെ അതിന്റെ ഒരു എന്ത് പറയുന്നത് മീഡിയേറ്റർ, അതിന്റെ ഒരു മധ്യസ്ഥൻ, അതിന്റെ ഒരു പേട്രൺ സെയിന്റ്, അതിന്റെ പേരിലായിട്ട് വിളിക്കാൻ തുടങ്ങും. അത് പിന്നീട് ഉണ്ടായ ഒരു സംഗതിയാണ്. അത് ഈ ലോക്കൽ ചർച്ച് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയപ്പോൾ അറിയാം, ആദ്യകാല സഭകളെല്ലാം കൂടുതലും നെയിം ഓഫ് സെയിന്റ് മേരി ആണ്. പിന്നീടാണ് ഒരുപാട് ഒരു പ്രദേശത്ത് തന്നെ ഒന്നിലധികം സഭകൾ ഉണ്ടാകുമ്പോൾ അതിനെ വേർതിരിച്ചറിയാൻ വേണ്ടിയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പരിശുദ്ധന്മാരുടെ പേരുകള് സഭയുടെ മുമ്പിലായിട്ട് നമ്മുടെ ലോക്കൽ ചർച്ചിന്റെ പേരുകളായിട്ട് കൊടുക്കുന്നത്.
പൗലോസ്ലീഹ ഈ ലോക്കൽ ചർച്ചുകളെയാണ് ദൈവത്തിന്റെ സഭകളെന്ന് ആദ്യകാലത്ത് വിളിച്ചിരുന്നത്. അതേ സമയത്ത് ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞാൽ അതിന് പിന്നീട് ഒരു യൂണിവേഴ്സൽ ചർച്ച് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട്. ക്ലിയർ ആണോ അത്? അച്ഛാ, ഒരു ക്വസ്റ്റ്യൻ. അച്ഛന് ക്രിസ്തുവിൽ മുദ്രയിടും എന്ന് പറഞ്ഞത് മാമുദീസ ഉദ്ദേശിച്ചാണോ അതെയോ? ആ ഒരു ചോദ്യം അവിടെ ഉണ്ട്. പക്ഷേ കൊരിന്ത്യ ലേഖനത്തിനകത്ത് മാമോദീസ എന്നുള്ള ചിന്ത അവിടെ വരുന്നില്ല. പക്ഷെ പിന്നീട് ഉണ്ടായ ഒരു ഡെവലപ്മെന്റ്, തിയോളജിക്കൽ ഡെവലപ്മെന്റ് ആണ് ഇത് രണ്ടും, അഭിഷേകവും മുദ്രയും മാമോദീസയുടെ രണ്ട് സൂചനകളാണ്. പക്ഷെ അത് ഇവിടെ ഈ കൊരിന്ത്യയിലെ പ്രത്യേക കോണ്ടെക്സ്റ്റിൽ അത് മാമോദീസയുടെ സൂചനയല്ല. പക്ഷെ പിന്നീടുള്ള ഡെവലപ്മെന്റിൽ അത് ശരിയാണ്. പിന്നെ അച്ഛാ, സ്ലിഹായുടെ ഈ വേർഡ് പ്ലേ കാരണമാണ് ഈ ഇതങ്ങളെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് വരണ്ടേ. അത് ട്വിസ്റ്റഡ് ആയിട്ടാ എല്ലാം അതിനാ ഞാൻ ആ 12ാമത്തെ വാക്യം വായിച്ചപ്പോ ആ വാക്യത്തിന്റെ ഓർഡർ ഒന്ന് മാറ്റി ഞാൻ വായിച്ചത്. ഇല്ലെങ്കിൽ ആ 12ാമത്തെ വാക്യം നമുക്ക് മനസ്സിലാക്കാൻ ഒരു ഇച്ചിരി പ്രയാസമാണ്. മനസാക്ഷിയുടെ സാക്ഷ്യമുണ്ട്. എന്തിനാ സാക്ഷ്യമുള്ളത്? ഞാൻ നിങ്ങളോടുകൂടെ വിശുദ്ധിയിലും നിർമ്മലയിലും പെരുമാറിയിരിക്കുന്നു. അത് എവിടുന്നാ എനിക്ക് കിട്ടിയേ? ലോകത്തിന്റെ ജ്ഞാനത്തിൽ നിന്നല്ല, ദൈവത്തിന്റെ കൃപയിൽ അത്രയും. അത് പുറകിൽ നിന്ന് മുന്നോട്ട് വായിക്കുമ്പോഴാണ് ആ അർത്ഥം കിട്ടുന്നത്. അത് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളുടെ ഭാഷാ പ്രയോഗത്തിന്റെ പ്രത്യേകത. പൗലോസ്ലീഹയുടെ മാത്രമല്ല, ഗ്രീക്ക് ലാംഗ്വേജിന്റെ കൂടെ പ്രത്യേകതയാണ്. അത് ഇംഗ്ലീഷിന് അത് ഇച്ചിരി കൂടെ നിയർ ആയിട്ട് വരും. മലയാളത്തെക്കാൾ നിയർ ആയിട്ട് ഇംഗ്ലീഷിൽ അത് വരും. ഓക്കെ, നമ്മൾ 15 മിനിറ്റ് അധികം എടുത്തു. വേറെ ക്വസ്റ്റ്യൻസ് ഇല്ലെന്ന് തോന്നുന്നു. നിങ്ങൾ ഇനിയും നിങ്ങൾ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയാലും നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഇനി വരുമ്പോൾ പറയുകയോ അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഇന്നത്തെ. ഓക്കെ, പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര ജയമുൽ സ്ലീബാൻ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ചമയ്ക്കണമേ. ദൈവമായ കർത്താവേ, നീ നമുക്ക് എല്ലാ സമയത്തും നിന്റെ ദൈവത്തിന്റെ ചുരങ്ങളിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും ഞങ്ങൾ എല്ലാവരോടും കൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുന്നവരാകണമേ. ആമേൻ. Thank you, Acha. Okay. Thank you, everyone.